നമസ്കാരം, ഞാൻ യോഗാചാര്യ ഡോക്ടർ സുജീവ് പഞ്ചകൈലാസി. നമ്മൾ കഴിഞ്ഞ വിവിധ വീഡിയോകളിൽ വിവിധങ്ങളായ ആസനങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഒരു പൂർണ്ണമായ യോഗ ക്ലാസ് വേണമെന്ന ആവശ്യം പലരും ഉന്നയിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ദിവസത്തെ യോഗ ക്ലാസ്സിൽ ഒന്നോ രണ്ടോ ആസനങ്ങളെ പരിചയപ്പെടുത്തുവാൻ സാധിക്കും. എല്ലാ ദിവസവും ഒരു യോഗ ക്ലാസ് നമ്മുടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. 1-1.5 മണിക്കൂർ നീളുന്ന ഒരു ക്ലാസ് വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്ലാസ്. അതിൽ യോഗയുണ്ടാവും, ഭക്ഷണം ഉണ്ടാവും, ജൈവ കൃഷിയെ പറ്റി ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് നടത്തുന്ന സാന്ദർഭികമായ ചെറിയ ചെറിയ കമൻറ്റുകൾ, പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, പങ്കെടുക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ദിവസത്തെയും ക്ലാസ് നടക്കുക. എൻ്റെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പരാമർശിക്കുകയും അവയ്ക്കുള്ള വിശദീകരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടും, ഒരു ആസനം ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നതൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടും ഓരോ ദിവസവും ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. എങ്കിലും ഒരു മാതൃകാ ക്ലാസ് എങ്ങനെ ആയിരിക്കണം എന്നതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അത് എല്ലാ ദിവസവും ആവർത്തിക്കുക എന്നുള്ളതല്ല, ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ക്ലാസ്സൊക്കെ എടുക്കുന്നവർക്കും പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ക്ലാസ് നമുക്ക് കാണാം. തുടക്കത്തിൽ പ്രാർത്ഥനയോടെയാണ് തുടങ്ങുക. പ്രാർത്ഥന മുതലുള്ള കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ ആരോടും പറയാറില്ല. പങ്കെടുക്കുന്ന ആർക്കും പ്രാർത്ഥന ചൊല്ലുകയോ ചൊല്ലാതിരിക്കുകയോ ചെയ്യാം. എന്തായാലും ഇതൊരു ആസ്തിക ദർശനമാണ് യോഗ എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ്. മാത്രമല്ല, അത് എൻ്റെ ഗുരുനാഥന്മാരുടെ അവർ പറഞ്ഞ നിർദ്ദേശം കൂടിയാണ്, അത് പാലിക്കുക കൂടിയാണ് ചെയ്യുന്നത്. യാതൊരു നിർബന്ധങ്ങളും നമുക്കില്ല. എന്തായാലും യോഗ ക്ലാസ്, ഒരു ദിവസത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ സമർപ്പിക്കുകയാണ്. ഗുണദോഷ വിചിന്തനത്തോടു കൂടി അത് സ്വീകരിക്കുകയും അതിനെ നിത്യേന അനുഷ്ഠിക്കുകയും ചെയ്യുവാൻ ഇടയാകട്ടെ എന്നാണ് നമ്മളുടെ പ്രാർത്ഥന. പ്രാർത്ഥന നമുക്ക് തുടങ്ങാം. ഓം യോഗേന ചിത്തസ്യ പദേന വാചാ വലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. പതഞ്ജലി മഹർഷിയാണ് യോഗശാസ്ത്രത്തെ ഇന്നത്തെ രീതിയിൽ 6 ഭാഗങ്ങളായിട്ട് 8 അംഗങ്ങളോട് കൂടിയിട്ട് ഒരു രീതിയിലേക്ക് രൂപപ്പെടുത്തി മാറ്റിയിട്ടുള്ളത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്ന 8 അംഗങ്ങളാണുള്ളത്. അതിൽ യമ നിയമങ്ങൾ അനുസരിക്കുന്നവർക്കാണ് ആസന പ്രാണായാമാദികളിലേക്ക് കടക്കുവാൻ അനുവാദമുള്ളത്. യമ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നാണ് യമ നിയമങ്ങളിലൂടെ ലോകത്തോട് പതഞ്ജലി മഹർഷി പറയുന്നത്. അതിൽ 10 കാര്യങ്ങളാണ് യമ നിയമങ്ങൾ പറയുന്നത്. 5 യമത്തിൽ 5 കാര്യങ്ങളും നിയമത്തിൽ 5 കാര്യങ്ങളുമാണ്.
അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം തുടങ്ങി 5 കാര്യങ്ങൾ ഉൾപ്പെടുന്ന യമം സോഷ്യൽ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശൗച, സന്തോഷ, തപ, സ്വാധ്യായ, ഈശ്വര പ്രണിധാനം എന്ന് പറയുന്ന നിയമങ്ങൾ 5 പേഴ്സണൽ ഡിസിപ്ലിന്റെ ഭാഗവുമാണ്. അഹിംസ എന്നാൽ ഒന്നിനെയും ഹിംസിക്കരുത് എന്നുള്ളതാണ്. ഒന്നിനെയും ഹിംസിക്കരുത് എന്ന് പറഞ്ഞാൽ ഹിംസിക്കാതെ ഒന്നിനെയും കഴിക്കാനുമാവില്ല. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം കൂടി അതിൽ വ്യംഗ്യമാണ്. മാത്രമല്ല പ്രാണിഹിംസ അല്ലെ ജന്തുഹിംസ മാത്രമല്ല ഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ നോവിക്കുന്ന കാര്യങ്ങളും ഹിംസയിൽപ്പെടുന്നതാണ്. അപ്പോൾ ഒരു തരത്തിലും മറ്റുള്ളവർക്കൊന്നിനും ഹാനി ഉണ്ടാകാത്ത വിധം ജീവിക്കുവാൻ കൂടിയാണ് യോഗ പഠിപ്പിക്കുന്നത് അല്ലെ പഠിക്കേണ്ടത്. സത്യം പാലിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സത്യം പാലിച്ചതുകൊണ്ട് മാത്രം ലോകത്ത് ഇന്നും ആദരിക്കപ്പെടുന്ന ഭാരതീയനാണ് മഹാത്മജി. സത്യം അദ്ദേഹത്തിന്റെ എന്നും മുറുകെ പിടിച്ച വ്രതമായിരുന്നു. മറ്റുള്ള അന്യന്റെ ഒന്നും ആഗ്രഹിക്കാതിരിക്കുവാനും മോഷ്ടിക്കാതിരിക്കുവാനും ഒക്കെയുള്ള സാധാരണമായ കാര്യങ്ങൾ മാത്രമല്ല, വേണ്ടത് മാത്രമേ ഈ ലോകത്ത് നിന്ന് എടുക്കാൻ പാടുള്ളൂ എന്നുകൂടി കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അസ്തേയ, അപരിഗ്രഹ മുതലായ കാര്യങ്ങളിലുള്ളത്. ബ്രഹ്മചര്യം പാലിക്കണം എന്ന് പറയുമ്പോൾ യോഗ ചെയ്യുന്നവരൊക്കെ കുടുംബജീവിതം ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ സ്ത്രീ വിരോധികളും സ്ത്രീകളൊക്കെ പുരുഷ വിരോധികളുമായിരിക്കണമെന്നോ അല്ല. ഇതിലൊക്കെ ഒട്ടൽ കൂടാതെ ജീവിക്കുവാൻ കൂടിയാണ് യോഗ ശാസ്ത്രം പറയുന്നത്. വളരെ വിശദമായി പറയേണ്ട 5 കാര്യങ്ങളെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ യോഗ ക്ലാസിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുമ്പോൾ വിശദമായി പഠനം വേണ്ടതാണ് ഓരോന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിയമങ്ങളിൽ പറയുന്ന ശൗചം ശരീരത്തെ വൃത്തിയാക്കി വയ്ക്കൽ അതിന്റെ ഭാഗമാണെങ്കിലും ശരീരം മാത്രമല്ല മനസ്സും നിത്യവും വൃത്തിയാക്കി വെക്കേണ്ടതാണ്. അതിനുള്ള മാർഗങ്ങളും യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആന്തരിക ശുദ്ധിയും വളരെ പ്രധാനമാണ്. അതോടൊപ്പം ബാഹ്യ ശുദ്ധിയും പാലിക്കേണ്ടതാണ്. സന്തോഷമായിരിക്കുക എന്നുള്ളത് അതിലും പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖത്ത് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണം. യോഗ ചെയ്യുന്ന ഒരാളിന്റെ ലക്ഷണം തന്നെയാണ് സന്തോഷമായിരിക്കുക എന്നുള്ള കാര്യം. നമ്മൾ പുഞ്ചിരി സൂക്ഷിക്കണം. എല്ലാ പ്രവൃത്തികളിലും സന്തോഷം ഉണ്ടാകണം. മനസ്സ് നിറഞ്ഞ പ്രവൃത്തികളായിരിക്കണം. പ്രത്യേകിച്ച് കർമ്മരംഗത്തും വേണ്ടുന്നത്. ശൗചം, സന്തോഷം, തപസ് ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ എന്ത് കാര്യവും പൂർണ്ണ അർപ്പണ മനസ്സോടുകൂടി ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടതാണ്. ഒരമ്മ വീട്ടമ്മ ചെയ്യുന്ന ജോലി അത് തപസ്സാണ്. അപ്പോൾ ഏതൊരാളും മനസ്സർപ്പിച്ച് ചെയ്യുന്ന തങ്ങളുടെ കർമ്മരംഗത്ത് ബോധിക്കുന്നെങ്കിൽ അത് തപസ്സാണ്. കാട്ടിൽ പോയി തപസ് ചെയ്യുക മാത്രമല്ല, ജീവിതത്തിൽ തപസ് പാലിക്കേണ്ടതാണ്. സ്വാധ്യായം, അറിയാനും പഠിക്കാനുമുള്ള മനസ്സുണ്ടാകണം. നമുക്ക് അറിയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. സാധാരണ പറയാറുണ്ട്, അറിഞ്ഞത് കടലോളവും അറിഞ്ഞത് കടുകോളവും അറിയാനുള്ളത് കടലോളം എന്ന് പറയാറുണ്ട്. അപ്പോൾ യോഗശാസ്ത്രത്തിൽ നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആസനങ്ങൾ മാത്രമാണ് യോഗ എന്ന് അറിയപ്പെടുന്നത്. അതിനപ്പുറത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉദാഹരണമാണ് മുദ്രകൾ. മുദ്രാശാസ്ത്രം പഠിക്കാൻ പോയാൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ചക്രങ്ങൾ, മൂലാധാരം തുടങ്ങി 6 ചക്രങ്ങളും അതിനുപരി ഷഡ്ചക്രോപരി ഉള്ള സഹസ്രാര പത്മവും ഒക്കെ പഠനവിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. അറിയാനും പഠിക്കാനും ഒത്തിരിയുണ്ട് എന്ന തിരിച്ചറിവും സ്വാധ്യായത്തോട് നൽകുകയാണ്. ശൗച, സന്തോഷ, തപസ്, സ്വാധ്യായ, ഈശ്വര പ്രണിധാനം. ഈശ്വരനുണ്ട് എന്ന ഉറപ്പോട് കൂടി ജീവിക്കുക എന്നുള്ളത് അതിലും പ്രധാനമാണ്. പലരും ഈശ്വര വിശ്വാസികളാണ്. ഈശ്വര വിശ്വാസമല്ല വേണ്ടത്, മറിച്ച് ഈശ്വരനുണ്ട് എന്ന ഉറപ്പാണ് വേണ്ടത്. ഈശ്വര വിശ്വാസികൾ പെരുകിയിരിക്കുന്ന കാലത്ത് ഈശ്വരൻ ഉറപ്പോടുകൂടി ജീവിക്കണം. ഈശ്വരനെ മറച്ചു വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന ബോധം കൂടി ഉണ്ടാകണമെന്ന് യോഗശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഇത്തരം പ്രാഥമികമായ അറിവുകൾ വെച്ചുകൊണ്ട് വേണം യോഗ എന്ന കണ്ടീഷനിലേക്ക് കടക്കുക. അപ്പോൾ ഈ ഒരു പ്രാഥമിക അറിവുകൾ വേണം. ഇതിലൂടെ നമ്മൾ ആസനങ്ങൾ പഠിക്കുവാൻ. ആസനങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ശരീര വഴക്കത്തിന് ഉതകുന്ന
ലൂസനിങ് എക്സർസൈസുകളാണ് പഠിക്കുക അല്ലെ പഠിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ട് നട്ടലിൽ നിന്നല്ല വഴക്കം കിട്ടുന്ന ഭ്രമണകമാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് ശരീരത്തെ മുമ്പോട്ട് കൊണ്ടുപോയി വശങ്ങളിലേക്ക് പോയി പുറകോട്ട് പോകുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് മാക്സിമം നട്ടലിനെ നന്നായി കറക്കലാണ് ചെയ്യുന്നത്, ഭ്രമണകത്തിൽ ചെയ്യുന്നത്. നട്ടല് എന്ന് പറയുന്നത് ശരീരത്തിന്റെ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ സപ്ലൈ തന്നെ എന്ന് പറയാം. അതിനെ നന്നാക്കി എടുത്താൽ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് വളരെ പ്രാധാന്യത്തോടുകൂടി നട്ടലിന് കൊടുത്തിരിക്കുന്നത്. നിവർന്നിരിക്കുവാനും നിവർന്ന് നടക്കുവാനും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അതിന് സാധ്യമാകണമെങ്കിൽ നട്ടലിന്റെ ഫ്ലെക്സിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. നട്ടലിന് സ്വാഭാവികമായ ഒരു വളവുണ്ട്, അത് കൃത്യമായി പാലിക്കേണ്ടതാണ്. അത് വളഞ്ഞിരിക്കലും മറ്റും കൊണ്ട് പലപ്പോഴും അതിന് കേട് സംഭവിക്കാറുണ്ട്. അപ്പോഴാണ് ഡിസ്ക് പ്രശ്നങ്ങളും നടുവേദനയും പുറം വേദനയും ഒക്കെ ഉണ്ടാകുവാൻ കാരണമാകുന്നത്. അവയൊക്കെ പരിഹരിക്കുവാനും നട്ടലിന്റെ ഈ ചലനം സഹായിക്കുന്നതാണ്. ഭ്രമണകം നിത്യവും ചെയ്യുവാൻ നല്ലതായിരിക്കും. അപ്പോൾ അത്തരം ലൂസനിങ് എക്സർസൈസുകളുടെ തുടക്കം എന്ന രീതിയിലാണ് ഭ്രമണകത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞാൽ നാം ചെയ്യുന്നത് കാലുകൾ ഇങ്ങോട്ടൊന്ന് കൂപ്പിപ്പിടിച്ച് നാഭി പ്രദേശത്തേക്ക് ഉപ്പൂറ്റിയെ ചേർത്ത് വെച്ചുകൊണ്ട് കാലുകളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് സാവധാനം ഹിപ്പ് ജോയിന്റ്സ് നല്ല വഴക്കം ലഭിക്കുന്ന ഒരു ആസനത്തിന്റെ പരിശീലനമാണ്. ഇതിനെ ചില പുസ്തകങ്ങളിൽ പല പേരുകളിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും സാധാരണ ബദ്ധകോണാസനം എന്നാണ് അറിയുക. ഭദ്രാസനം എന്ന് ചില പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം തിത്തിലി ആസനം എന്നും പേരുണ്ട്. തിത്തിലി പക്ഷിയെ പോലെ പൂക്കളിൽ പറന്നു നിന്ന് ചിറകടിച്ച് പിടിക്കുന്ന തിത്തിലി പക്ഷിയെ അനുകരിക്കുന്നത് കൊണ്ടാകാം തിത്തിലി ആസനം എന്ന പേരുണ്ടായിട്ടുള്ളത്. എന്തായാലും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നം പരിഹരിക്കുവാനും സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ തകരാറുകൾ പരിഹരിക്കുന്നതിനും ഈ ആസനത്തിന്റെ നിത്യപരിശീലനം ഉപകരിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ നിത്യേനയുള്ള യോഗ പരിശീലന പരിപാടിയിൽ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മുടങ്ങാതെ ചെയ്യേണ്ട ഒരു ആസനം എന്ന രീതിയിൽ ഈ ആസനം ചെയ്യാവുന്നതാണ്. നട്ടലിന്റെ ഡിസ്ക് പ്രശ്നവും മറ്റും ഇല്ലാത്തവർ ആണെങ്കിൽ അവർക്ക് ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ട് പോയി ശിരസ്വല്പം തലയിലേക്ക് സ്പർശിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. നട്ടൽ വേദനയൊക്കെയുള്ളവരാണെങ്കിൽ തുടക്കത്തിൽ അത്രയും പോയി ചെയ്യേണ്ടതില്ല. ശ്വാസം വിട്ടുകൊണ്ട് എല്ലാ ഫോർവേഡ് ബെൻഡിങ്ങിലും ശ്വാസം വിട്ടുകൊണ്ട് പോയിട്ടാണ് ചെയ്യേണ്ടത്. കുറേശ്ശെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന ചില ലൂസനിങ് എക്സസൈസുകളാണ് ചെയ്യുക. ഇവയൊക്കെ തന്നെ നിന്നുകൊണ്ടും ചെയ്യാവുന്നതാണ്. തീരെ സാധിക്കാത്തവർ, നിന്നുകൊണ്ട് ചെയ്താൽ ബാലൻസ് കിട്ടാത്തവർ, അങ്ങനെയുള്ളവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇരുന്നുകൊണ്ട് ഈ വ്യായാമങ്ങൾ ചെയ്യുന്നത്. നിന്നുകൊണ്ട് ചെയ്യാവുന്നതും നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. കാലുകൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആംഗിൾ റൊട്ടേഷൻ എന്ന ഈ പ്രക്രിയ കാൽ കുഴകൾക്ക് നല്ല വ്യായാമം ലഭിക്കുന്നതിന് കാരണമാകും. പലപ്പോഴും കാലൊന്ന് തെറ്റിയാൽ കാൽക്കുഴ തെറ്റുക, അസ്ഥികൾ ഒടിഞ്ഞു പോവുക, ടാഴ്സസ് എന്ന് പറയുന്ന പാദങ്ങളിലെ അസ്ഥികൾക്ക് സ്ഥാനചലനം സംഭവിക്കുക, ഇവയൊക്കെ സംഭവിക്കാറുണ്ട്. ഇവയൊക്കെ ഒഴിവാക്കുവാൻ കാലുകളുടെ ഈ എക്സസൈസ് സഹായിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ കാൽക്കുഴകളെ മുമ്പോട്ടും പിന്നോട്ടും ചലിപ്പിക്കലാണ് ചെയ്യുന്നത്. കാൽ മുമ്പോട്ട് വലിക്കുമ്പോൾ മുട്ട് ഉയരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും പുറകോട്ട് ചലിപ്പിക്കുമ്പോൾ ഉപ്പൂറ്റിയും ചെറുതായി ഉയർത്തി കാലിനെ പുറകോട്ട് ചലിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. ഇത് ഒരു 4-5 പ്രാവശ്യം തുടക്കത്തിൽ ചെയ്താണ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുക. എന്തായാലും വളരെ ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നതും എളുപ്പം ചെയ്യാൻ സാധിക്കുന്നതുമായ സൂക്ഷ്മ വ്യായാമങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കാൽ വിരലുകളുടെ ചലനം, വിരലുകളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പലപ്പോഴും വിരലുകൾ അവയ്ക്ക് തോന്നിയതുപോലെ ആയിരിക്കും പോവുക. ഒരു വിരലിന്റെ മുകളിൽ മറ്റൊരു വിരൽ കയറി വരികയും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് തുടക്കക്കാർക്ക് അനുഭവപ്പെടുന്നതാണ്. ക്രമേണ അവ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരും. അങ്ങനെ നമ്മുടെ കാൽ വിരലുകളെ മാത്രമല്ല എല്ലാ അവയവങ്ങളെയും നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യവും ഇതിൽ സംഭവിക്കുന്നുണ്ട്. കാലിൽ അകത്ത് വെച്ച് വശങ്ങളിലേക്കും മുട്ടുയരാതെ കാൽവിരലുകളെ തറയിലേക്ക് മുട്ടിക്കുന്ന ഒരു വ്യായാമമാണ് ഇത് ചെയ്യുന്നത്. ഇതും കാൽ
കുഴകൾക്ക് മാത്രമല്ല തുടയിലെ പേശികളടക്കം എല്ലാ പേശികൾക്കും നല്ല ചലനം ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ശ്രദ്ധയോടെ ചെയ്താൽ ഈ അരക്കെട്ടിന് താഴേക്കുള്ള ഭാഗത്തെ എല്ലാ പേശികളുടെയും ചലനം വഴി കാലുകൾ കൂടുതൽ ശക്തമാവുകയും ദീർഘനേരം നിൽക്കുക, നടക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും. ആദ്യം കുറേശ്ശെ ചെയ്തു തുടങ്ങണം എന്ന് മാത്രം. കൈകൾ എടുത്ത് വലത് കാലിനെ ഇടത് കാലിനെ മുകളിലേക്ക് കയറ്റി വെക്കണം. നാം ആവശ്യപ്പെടുന്നത് പോലെ നമ്മുടെ പാദങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ വരണം. പലപ്പോഴും ഇത് സാധിക്കില്ല തുടക്കക്കാർക്ക് എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാണ്. കാലുകളുടെ വിരലുകൾക്കൂടെ ഇടയിലേക്ക് കൈകൾ കടത്തി കാലിനെ നന്നായി പിടിച്ച് കാൽ കുഴകളെ ഒന്നുകൂടി കറക്കുകയാണ് ചെയ്യുന്നത്. മുമ്പേ നാം തന്നെത്താനെ കറക്കുന്നത് വ്യത്യസ്തമായി കുറച്ചുകൂടി കൃത്യമായ ചലനം കാൽ കുഴകൾക്ക് ലഭിക്കുന്നതിന് സഹായിക്കും. ആംഗിളിന്റെ ആ ചലനവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് കാരണമാകും. അപ്പോൾ സന്ധികളുടെ ഓവലിംഗ് ആണ് അതിന്റെ ചലനം എന്ന് അറിയേണ്ടതാണ്. ഓരോ ദിവസവും ഇത് നന്നായി ചെയ്താൽ കാൽവിരലുകൾ നന്നായി കാൽക്കുഴകൾ നന്നായി പ്രവർത്തിക്കുന്നതിന് കാരണമാകും. അപ്പോൾ കാലിന്റെ വേദനയൊക്കെ പരിഹരിക്കാൻ നല്ലതാണ്. സന്ധികളുടെ വേദന പരിഹരിക്കാൻ സന്ധി വ്യായാമങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതേ പ്രവൃത്തി ഇടതുകാലിലും ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അല്പസമയം കാലിന്റെ ഓരോ വിരലിനും നന്നായി മസാജ് ലഭിക്കത്തക്കവണ്ണം കൈകൾ കൊണ്ട് മസാജ് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും പാദങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ മസാജിങ് വളരെ ഫലപ്രദമായിരിക്കും. അല്പസമയം എടുത്ത് തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സിൽ കൃത്യമായി ഇത് മുഴുവൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനതൊന്ന് കാണിച്ചു തരാം. ഓരോ വിരലിനെയും ഇങ്ങനെ ചലിപ്പിക്കണം. ക്ലോക്ക് ആന്റി ക്ലോക്ക് ഈ തരത്തിൽ ചലനം ഉണ്ടാകണം. അത് കഴിഞ്ഞാൽ വിരലിന്റെ അഗ്രം മുതൽ താഴേക്കുള്ള ശരീരഭാഗങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ട് താഴേക്ക് കൊണ്ടുവന്ന് ഉപ്പൂറ്റിയും അതിന്റെ വശങ്ങൾ ഉൾപ്പെടെ എല്ലാ ഭാഗത്തും നല്ല മസാജിങ് ഉണ്ടാകണം. രാവിലെ കുളിക്കുന്ന സമയത്ത് പാദങ്ങളിൽ എണ്ണ പുരട്ടിയ ശേഷം ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വൈകിട്ട് കിടക്കയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മസാജിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല ഉറക്കം ലഭിക്കുന്നതിനും കാൽവെള്ളയിലെ ഈ മസാജിങ് സഹായിക്കുന്നതായിരിക്കും. മുടങ്ങാതെ ചെയ്യണം എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അഭ്യംഗ സ്നാനം എന്നാണ് നിത്യേന ഉള്ള എണ്ണ തേച്ച് കുളിക്ക് ആയുർവേദത്തിൽ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള അഭ്യംഗ സ്നാനവും അങ്ങനെ ചെയ്യുമ്പോൾ പാദങ്ങളിൽ എണ്ണ പുരട്ടാൻ പറയുന്നുണ്ട്, നമ്മുടെ പൊക്കിളിൽ എണ്ണ പുരട്ടാൻ പറയുന്നുണ്ട്, ചെവിക്കുള്ളിൽ എണ്ണ പുരട്ടാൻ പറയുന്നുണ്ട്. മസാജിങ്ങിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എങ്കിലും വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ഈ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ നല്ല മാറ്റം വരും. കാലിൽ വിരലുകൾക്ക് ഇങ്ങനെ ചലനം കൊടുക്കാവുന്നതാണ്. കൃത്യമായി ചെയ്യണമെന്ന് മാത്രം. നിത്യേന നിയമേന യോഗ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതേപോലെ ചില കാര്യങ്ങൾ കൂടിയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൈകൾ കൊണ്ട് കാലിനെ കോർത്ത് പിടിക്കുന്നു. വലത് കാലിന്റെ താഴേക്ക് കൈകളെ പുള്ളപ്പ് ചെയ്ത് പിടിച്ച് ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് എക്സേൽ ചെയ്തുകൊണ്ട് കാലിനെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നു. കാലിനെ നിവർക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒന്ന് വലിച്ചു കുടയുന്നത് പോലെയാണ് ചെയ്യുന്നത്. 2, 3, 4, 5. അപ്പൊ ഉദരത്തിലേക്കാണ് ഇവിടെ ചലനം ഉണ്ടാകുന്നത്. 1, 2, 3, 4, 5. ഇത് വയറൊക്കെ കുറയ്ക്കുന്ന സഹായിക്കും. നന്നായിട്ട് ചെയ്ത് ശീലിക്കുന്ന സമയത്താണ് അതിന്റെ ഗുണമുണ്ടാകുക. വലത് കാലിനെ ഇങ്ങോട്ട് പിടിച്ച് ഇടത് കൈ കൊണ്ട് താങ്ങി പിടിച്ച് വലത് കൈ കൊണ്ട് അമർത്തി ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹിപ് ജോയിന്റ്സ് നല്ല ചലനം കിട്ടുന്നതാണ്. പത്മാസന പോലെ അല്പം ബുദ്ധിമുട്ടുള്ള ആസനങ്ങൾ ചെയ്യുന്നതിന് ഇതിന്റെ ഈ വ്യായാമം കൊണ്ട് സാധിക്കുന്നതാണ്. നിത്യവും ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലം ലഭിക്കുക. ഞാൻ നിത്യവും ചെയ്യണമെന്ന കാര്യം വളരെ പ്രാധാന്യത്തോടെ പറയുന്നത് നൈരന്തര്യം എന്നാണ് യോഗശാസ്ത്രം ആവശ്യപ്പെടുന്നത്. നിരന്തരം ഇത് ചെയ്ത് ശരീരത്തെ വഴക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ യോഗശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ശരീരം എന്നത് അന്നമയ കോശമാണ്. പ്രാണൻ കൊണ്ട് രൂപപ്പെടുന്ന ശരീരം അന്നമയ കോശമാണ് എന്നാണ് പറയുക. അപ്പോൾ അന്നമയ കോശത്തെ വഴക്കിയെടുക്കുവാനുള്ള ആസനങ്ങളാണ് നമ്മൾ ഹഠയോഗത്തിൽ പഠിപ്പിക്കുക. കാൽമുട്ടുകളുടെ ചലനം, ഈ മുട്ടുകൾ അല്ലെ മുട്ടു ചിരട്ട എന്നറിയപ്പെടുന്ന ഭാഗത്തിന്റെ ചലനം നന്നായി കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇങ്ങനെ ചുഴറ്റുക വഴി വിരൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വട്ടത്തിൽ കറക്കുന്നത്. മുമ്പോട്ടും പിന്നോട്ടും ചലിപ്പിച്ച് നോക്കുക. അവിടെയും ചലനമുണ്ടോ എന്ന് നോക്കുക. ഓരോ ദിവസവും ഇത് ചെയ്യുന്നതനുസരിച്ച് മാറ്റം വരുന്നുണ്ടാകും. വശങ്ങളിലേക്കും ചലിപ്പിച്ച് നോക്കുക. തുടക്കക്കാർക്ക് ഇങ്ങനെ ചലനം കിട്ടാൻ സാധ്യതയില്ല.
മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലുള്ള ശസ്ത്രക്രിയകൾ നടത്തി ഈ സന്ധികളെ നന്നാക്കാം എന്ന് കരുതുന്നത് ശുദ്ധ അബദ്ധമാണ്. അതുകൊണ്ട് അതിന് ശാശ്വതമായ പരിഹാരം യോഗയാണ്. അത് കൃത്യമായി അതിൽ ചെയ്യേണ്ടതാണ്. വലതുകാലിനെ ഇങ്ങനെ ഇടതുകാലിന്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക. ഈ കാല് നിവർന്ന് നേരെ ഇരിക്കണം. തുടയുടെ മുകളിലേക്ക് കാലിന്റെ മുട്ടുചുരട്ടയാണ് കയറിയിരിക്കുന്നത്. ഇവിടെ വെച്ച് കാലിനെ താഴേക്കൊന്ന് സാവധാനം പ്രസ് ചെയ്ത് കൊടുക്കുന്നു. തുടക്കക്കാർക്ക് കാൽമുട്ടുകൾ ഇങ്ങനെ തറയിൽ ചെന്ന് മുട്ടണമെന്നില്ല. സാവധാനം ചെയ്ത് തുടങ്ങുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നതാണ്. തുടയിലെ പേശികൾക്ക് നല്ല വേദന തുടക്കത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് പേടിക്കേണ്ടതില്ല. ആ വേദനകളൊക്കെ മാറുകയും ഒരിക്കലും വേദനകൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും കാലത്തെ അനുഭവ പരിധിയെ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, വേദനകളില്ലാതെ ജീവിക്കുവാൻ, രോഗങ്ങളില്ലാതെ ജീവിക്കുവാൻ, ആശുപത്രിയിൽ കയറാതെ ജീവിക്കുവാൻ ഇത്തരം പരിശീലനം കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ശരീരത്തിന്റെ മുഴുവൻ വഴക്കത്തിനും ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യുന്ന ഈ ലൂസനിങ് എക്സസൈസുകൾ മുടങ്ങാതെ ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണുകൾ നിവർത്തിവെക്കാം. ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് പലപ്പോഴും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും കഴിച്ച പാത്രം എടുത്തുകൊണ്ട് എഴുന്നേൽക്കുകയും ചെയ്തിരുന്ന നമ്മുടെ നാടൻ രീതി നമുക്ക് നന്യമാണ്. കസേരയിലിരുന്ന് മേശപ്പുറത്ത് ഭക്ഷണം വെച്ച് മൂക്കുമുട്ട കഴിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് നല്ലത്. അത് വ്യത്യസ്തമായി എപ്പോഴെങ്കിലും തലയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാലിൽ ഇങ്ങനെ വെക്കുക, കൈകൾ കുത്തി കാലുകളെ മുകളിലേക്ക് കക്ഷമുറപ്പിച്ച് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം. വയറുള്ളവർക്ക് മിക്കവാറും ഇരിക്കാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ ചെയ്യിക്കാൻ സാധിക്കില്ല. അവരല്പം കൂടി കാലിൽ അകത്തിയിരുന്ന് നോക്കണം. തീരെ സാധിക്കാത്തവർ കുറച്ചും കൂടി കാലിൽ അകത്തിയിരുന്ന് ഇങ്ങനെ ഇരുന്ന് സുഖമായിട്ടിരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കേണ്ടതാണ്. ഭക്ഷണമുള്ളവർ അങ്ങനെ ചെയ്യേണ്ടതില്ല. ആവുന്നവർ അങ്ങനെ ശ്രമിച്ചു നോക്കാം. അത് കഴിഞ്ഞാൽ കാലിനെ ഒന്ന് ഉയർന്ന് നോക്കുക. ഇങ്ങനെ കാലിൽ പിടിച്ചുകൊണ്ട് നിവർന്നു വരാൻ സാധിക്കുമെങ്കിൽ നന്നായി. അപ്പോ ഇങ്ങനെ ഇരിക്കാനും സപ്പോർട്ട് കൂടാതെ ഇങ്ങനെ എഴുന്നേൽക്കാനും സാധിക്കും വിധം ശരീരത്തെ വഴക്കിയെടുക്കുവാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനുള്ള ലൂസനിങ് എക്സസൈസുകൾ ചെയ്യുന്നതനുസരിച്ച് ഒരു 2-3 മാസം കൊണ്ട് തീരെ വയ്യാത്തവർക്ക് വ്യത്യാസം വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലുകൂടിയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുക്കുന്നത്. അത് പലർക്കും ഒരു പുതിയ അറിവാണ്. കാരണം രോഗങ്ങളും ഉണ്ടാകണമെന്നും മരുന്ന് കഴിക്കണമെന്നുമാണ് ഇന്ന് ആധുനിക മെഡിക്കൽ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന് പിന്നിൽ വലിയ ബിസിനസ് ഉണ്ട്. അപ്പൊ ആ ബിസിനസ് ഇല്ലാതെയാകും എന്നുള്ളത് കൊണ്ട് ഇതിനെ ധാരാളം അലോപ്പതി വൈദ്യന്മാർ എതിർക്കുന്നുണ്ട്. നീ റൊട്ടേഷനാണ് ചെയ്യുന്നത്. കാലുകൾ ചേർത്ത് നിൽക്കുന്നു. കാൽമുട്ടുകളെ കറക്കുകയാണ് ചെയ്യുന്നത്. 1 2 3 4 5. ഓപ്പോസിറ്റ്. 1 2 3 4 5. കാലുകൾ ഭാഗത്ത് നിൽക്കുക. ഹിപ്പ് റൊട്ടേഷൻ. അരക്കെട്ടിനെ നന്നായി കറക്കുകയാണ് ചെയ്യുന്നത്. 1 2 3 4 5. ഓപ്പോസിറ്റ്. 1 2 3 4 5. ഇപ്പോ ശരീരത്തെ നേരെ നിർത്തുന്ന നട്ടല് അതുമായി ബന്ധിപ്പിച്ച്, അതായത് ആക്സിയൽ സ്കല്ലും നമ്മുടെ ഉരസിന്റെ പേശികളും നട്ടലും ചേർന്ന് ഉള്ള ആ സ്കെലറ്റൽ സിസ്റ്റത്തിന് പറയുക. അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന അപ്പൻഡിക്കുലർ സ്കെലറ്റനിലാണ് കൈകളും കാലുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കൈകൾ കാലുകൾ ഉൾപ്പെട്ട ഈ അപ്പൻഡിക്കുലർ സ്കെലറ്റന്റെ ചലനം ആക്സിയൽ സ്കെലറ്റനെ നന്നായി പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ ചലനങ്ങൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി കൈകളുടെ ചലനമാണ് ചെയ്യുന്നത്. കൈകൾ ചലിപ്പിക്കുമ്പോൾ ഉരസ് എന്ന് പറയുന്ന ഈ നെഞ്ചിൻ കൂടിനും നല്ല ചലനം ഉണ്ടാകും. അതുവഴി അതിനുള്ളിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ശ്വാസകോശത്തിനും ഹൃദയത്തിനും കൂടിയാണ് വ്യായാമം ലഭിക്കുക. ശ്വാസകോശത്തിന്റെ ഉരസിന്റെ വികാസം ഉണ്ടാകുക വഴി ശ്വാസകോശത്തിലേക്ക് കൂടുതൽ ശ്വാസം ഉൾക്കൊള്ളാൻ സാധിക്കുകയും അതുവഴി കൂടുതൽ രക്തത്തെ ഓക്സിജനേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം സുഗമമാകുന്നത് കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ കൈകൾ വശങ്ങളിലൂടെ ഉയർത്തി ചെവിയോട് ചേർത്ത് വലിയ വൃത്തം വരണം. പലർക്കും ആദ്യം ഈ ബൈസെപ്സ് മസിൽസ് ചെവിയോട് ചേർന്ന് കൈകൾ ഇങ്ങനെ നിവർന്നു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറേശ്ശെ ചെയ്ത് അതിനെ വശമാക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 5 പ്രാവശ്യം കൈകളെ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ അതിന്റെ വിപരീത ദിശയിൽ കൂടി കൈകളെ ചലിപ്പിക്കേണ്ടതാണ്. 1 2 3 4
ശക്തമായി വലിക്കുക, കൈകളെ ഒന്ന് വലിച്ചെറിഞ്ഞ് കുടയുക. ശരിക്കും കൈകൾ പറഞ്ഞു പോകത്തൊക്കെ വേണമെന്ന് ചെയ്തു കഴിഞ്ഞാൽ ചെസ്റ്റ് നല്ല എക്സ്പാൻഷൻ ഉണ്ടാകും എന്ന് മാത്രമല്ല, കൈകളുടെ ഇത്രയും നേരം ചെയ്ത പ്രവർത്തനത്തിന് ഒരു മാറ്റം കൂടിയാണത്. 4 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. കൈകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ വ്യായാമങ്ങളും പുരുഷന്റെ ചലനത്തെ സഹായിക്കുന്നതാണ്. കൈകളെ പെരുവിരൽ ചേർത്ത് വയ്ക്കുന്നു, കൈമുട്ടുകളെ ഒന്ന് കറക്കിയെടുക്കുന്നു. 1, ശ്വാസം വിട്ടുകൊണ്ടാണ് കൈമുട്ടുകൾ ചേർക്കേണ്ടത്. 2, ശ്വാസങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പുറകോട്ട് പോകാം. 3, 4, 5. മുട്ടുകൾ കൊണ്ട് കൈമുട്ടുകൾ കൊണ്ട് വലിയ വൃത്തമാണ്. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5. ഇവയൊക്കെ ചെയ്യുമ്പോൾ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണമെന്ന കാര്യം മറന്നുവിടാം. മുഖത്ത് പുഞ്ചിരി സൂക്ഷിക്കാൻ പറ്റാത്തൊന്നും നിങ്ങൾ ചെയ്തുകൂടാ. കൈവിരലുകളെ ഇങ്ങനെ താമരമൊട്ട് പോലെ ചേർത്ത് പിടിക്കുക, കൈകളെ തോളിലേക്ക് മടക്കി വെക്കുക, കൈ കറക്കി മുമ്പോട്ട് എടുക്കുക, കൈകളെ നിവർക്കുക. 1. വീണ്ടും ഇതേ പ്രവൃത്തി ആവർത്തിക്കുക. 2, കൈകൾ ഭൂമി സമാന്തരമായി നിൽക്കണം, താഴേക്ക് പോകാൻ പാടില്ല. 3, 4, 5. കൈവിരലുകളെ ശക്തമായി മടക്കി നിവർത്തുക. കൈയുടെ ഓരോ മടക്കും മടങ്ങി നിവരുകയും ഓരോ പ്രാവശ്യവും ഇടവിട്ട് പെരുവിരൽ കൈകൾക്കുള്ളിലാക്കുകയും ചെയ്യത്തക്ക വിധം ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈകളെ ചുരുട്ടി പിടിക്കുക. റിസ്റ്റ് റൊട്ടേഷൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Opposite. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈകൾ നിവർത്തി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുമ്പോട്ട് പുറകോട്ട് വിടുമ്പോൾ ശ്വാസം വിടുമ്പോൾ മുമ്പോട്ട് പോകണം. ഇങ്ങോട്ട് വരുമ്പോൾ ശ്വാസങ്ങളിലേക്ക് എടുക്കണം. ആർത്തറ്റിക് പേഷ്യൻസിന്, സന്ധിവാത രോഗികൾക്ക് വളരെ ഫലപ്രദമായ ഒരു എക്സസൈസ് ആണിത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈകളെ ഇങ്ങോട്ട് വിരലുകൾ പിടിച്ച് മടക്കുക. തിരിച്ച് ഈ ഭാഗത്തെ ഇങ്ങോട്ട് മടക്കുക. 1, 2, 3, 4, 5. ഇടത് കൈയിലും 1, 2, 3, 4, 5. തോളുവേദന മിക്കവരുടെയും പ്രശ്നമാണ്. തോളുവേദന പരിഹരിക്കുവാൻ കൈകളെ ഇങ്ങനെ കോർത്ത് പിടിക്കുക. തലയ്ക്ക് പിന്നിൽ കൈ കൊണ്ടുപോവുക, കൈയുടെ വശങ്ങളിലേക്ക് ചലിപ്പിക്കുക. 1, ഓപ്പോസിറ്റ് ചെയ്യുക. 2, 3, 4, 5. കൈകളെ തിരികെ കോർത്ത് പിടിക്കുക. 1, 2, 3, 4, 5. കൈകളുടെ മുൻപിൽ ഇങ്ങനെ കയറ്റി പിടിക്കുക കണം കൈയിലേക്ക്. 1, 2, 3, 4, 5. ഓപ്പോസിറ്റ് ഇങ്ങനെ പിടിക്കുക. 1, 2, 3, 4, 5. ഈ ചലനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ തോളുവേദന മാത്രമല്ല പരിഹരിക്കുക, പുറംവേദന പരിഹരിക്കുവാനും മാരടത്തിന്റെ പ്രശ്നം പരിഹരിക്കുവാനും തുടങ്ങി നിരവധി കാര്യങ്ങൾ പ്രയോജനപ്പെടുന്നതാണ്. തോളുകളിൽ ചലിപ്പിക്കുക. 1, 2, 3, 4, 5. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5. ഈ ക്ലാവിക്കൽ ബോൺ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് മാറലിനോട് ചേർത്താണ്. സ്റ്റേർണം എന്ന മാറലിനോട് ചേർത്താണ്. അപ്പൊ അതിന്റെ ചലനം ആ മാറിടത്തിന്റെ എല്ലുകൾക്കും ചലനത്തിന് കാരണമാകുന്നതാണ്. നിരവധി മാറ്റങ്ങൾ ശരീരത്തിൽ വരുത്തുവാൻ കൈകളുടെ എക്സസൈസ് സഹായിക്കും എന്നുള്ളത് കൊണ്ട് ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഇനി ചെയ്യുന്ന നെക്ക് റൊട്ടേഷൻ ആണ്. നെക്ക് റൊട്ടേഷൻ ചെയ്യുമ്പോൾ കഴുത്ത് വേദനക്കാർ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. കഴുത്ത് വേദന ഉണ്ടെങ്കിൽ അവര് കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ മുഖത്തെ കറക്കുക മാത്രം, അത് നോട്ടം കൊണ്ട് മാത്രം മുഖം കറക്കുകയും ക്ലോക്ക് വൈസ് തിരിച്ചിങ്ങനെ കറക്കുകയും മാത്രം ചെയ്യുക. കഴുത്ത് വേദന ഒന്നും ഇല്ലാത്തവർ
നമ്മുടെ ഈ സ്പോണ്ടോസിസ് സ്പോണ്ടിലൈറ്റിസ് ഉള്ളവരോടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതുള്ളവർ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവര് ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലൂടെ ഉരച്ച് വശങ്ങളിലേക്ക് പോയി പുറകോട്ട് പോയി വലിയ വൃത്തം വരത്തക്കോണം, തല കൊണ്ട് വലിയ വൃത്തം വരത്തക്കോണം തലയെ ചലിപ്പിക്കുക. 1 2 3 4 5. ഓപ്പോസിറ്റ് ചെയ്യുക. കഴുത്തുവേദനയുള്ളവർ തിരിച്ച് മുഖചലനം നടത്തണം, നോട്ടം കൊണ്ട് ചലിക്കണം. 2 3 4 5. ഫോർവേഡ് ബാക്ക്വേർഡ്സ്. കഴുത്തുവേദനയുള്ളവർ തലയെ ഒരു ബോൾ പോലെ പിടിക്കുക, അല്പാൽപ്പം മുമ്പോട്ട് പുറകോട്ട് ചലിപ്പിച്ച് ചലനം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിരന്തരമായ പരിശീലനം കൊണ്ട് മാത്രമേ അത് മാറിക്കിട്ടുകയുള്ളൂ. കഴുത്തുവേദന മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാത്തവർ ശ്വാസം വിട്ട് താഴെ നെഞ്ചിൽ മുട്ടിക്കണം, ഓപ്പോസിറ്റിലേക്ക് പോകണം, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട്. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. 1 2 3 4 5. വശങ്ങളിലേക്ക് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. 1 ഓപ്പോസിറ്റ് ചെയ്യണം. 2 3 4 5. പുറകോട്ട് നോക്കുക. അപ്പൊ താടി തോളിന് പുറത്തേക്ക് പോകാൻ സാധിക്കണം. 1 ഓപ്പോസിറ്റ്. 2 3 4 5. കൈകൾ കൊണ്ട് ചെവിയെ തോളിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. നോട്ടം ഏതാണ്ട് പോക്കറ്റിന്റെ ഭാഗത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. 1 തിരിച്ചു ചെയ്യുക. 2 3 4 5. കൈവശത്തേക്കുള്ള ചലനം ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിക്കും. കഴുത്തിന്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. കഴുത്ത് എന്ന് പറയുന്നത് ശിരസിൽ നിന്നുള്ള എല്ലാ നാഡീ നരമ്പുകളിലും കടന്നു പോകുന്ന സ്ഥലമാണ്. ഹൃദയത്തിൽ നിന്ന് നേരിട്ട് തലച്ചോറിലേക്ക് സപ്ലൈ പോകുന്നതായ ജംഗ്ഷൻ ബോക്സ് ആണ്. ഇതിന്റെ ചലനം നിരവധി മാറ്റങ്ങൾക്ക് കാരണമാകുന്നതാണ്. തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികൾ ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കഴുത്തിന്റെ മുൻഭാഗത്ത്, ഈ ഭാഗത്താണ്. അവയുടെ പ്രവർത്തനം സജീവമാക്കുവാൻ കഴുത്തിന്റെ ചലനം സഹായിക്കുമെന്നുള്ളത് കൊണ്ട് നിത്യേന ചെയ്യാവുന്നതാണ്. കണ്ണുകളെ നന്നായി തുറന്നു പിടിച്ച് കണ്ണുകളെ ചുഴറ്റുകയാണ് ചെയ്യുന്നത്. 1 2 3 4 5. ഓപ്പോസിറ്റ് ചെയ്യണം. 1 2 3 4 5. അപ്പ് ആൻഡ് ഡൗൺ. മുകളിലേക്ക് താഴേക്ക് തിരിക്കണം. 1 2 3 4 5. വശങ്ങളിലേക്ക്. 1 2 3 4 5. ഒരു സാങ്കല്പിക തലത്തിന്റെ 4 മൂലകളിലൂടെ കണ്ണുകളെ ചലിപ്പിക്കണം. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ചെയ്യണം. 5 പ്രാവശ്യം ചെയ്യാം. സാങ്കല്പിക തലത്തെ കാണുക, ഒരു മൂലയിൽ നിന്ന് വലത്തോട്ട് പോയി അങ്ങനെ ചെയ്യാം. 1 2 3 4 5. ഓപ്പോസിറ്റ്. 1 2 3 4 5. കൈകൾ ഇങ്ങനെ ഒരു വിരലിനെ നിവർത്തി പിടിക്കുക. ഒരു കൈ മുകളിലും മറുകൈ താഴെയും പിടിക്കുക. കൈകളുടെ വിരലറ്റത്തേക്ക് നോട്ടം കൊണ്ടുപോകത്തക്ക വിധം കണ്ണുകളെ കോണോട് കോൺ ചലിപ്പിക്കുക. 1 2 വിരലും കാണണം, അതനുസരിച്ച് അഡ്ജസ്റ്റ് പിടിക്കണം. 2 3 4 5. ഓപ്പോസിറ്റ് ചെയ്യണം. 1 2 3 4 5. കൈകൾ നന്നായി റബ്ബ് ചെയ്യുക. നന്നായി ചൂട് പിടിപ്പിച്ച ശേഷം കടഞ്ഞിരിക്കുന്ന കണ്ണിന്റെ മുകളിൽ കപ്പ് ഷേപ്പിലാക്കി വെക്കുക. ഐബോൾസ് മുട്ടാത്ത വിധം കൈകളെ കണ്ണിന് മുകളിൽ വെക്കുമ്പോൾ കൈകളുടെ ചൂട് കണ്ണിന് ചുറ്റും അനുഭവപ്പെടും. കണ്ണിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതിന് ഇതിടയാക്കും. അതുവഴി കണ്ണുകൾ സജീവമാകും. കണ്ണിന് നല്ല ചെയ്യുന്ന റിലാക്സേഷൻ ടെക്നിക്കാണിത്. കപ്പ് ഷേപ്പിലാക്കുന്നു. അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുകളിൽ വെക്കുമ്പോൾ മൂക്ക് അടഞ്ഞു പോകാതെ വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്രസ് ചെയ്യുക, ശ്വാസം റിലീസ് ചെയ്യുക. 1 2 3 4 5. ഷഡ്ക്രിയകളിലൊന്നായ
ത്രാടകയൊക്കെ ചെയ്യുമ്പോഴും ഇതിന് മുമ്പും പിമ്പും ചെയ്യുവാനാണ് യോഗ ശാസ്ത്രകാരന്മാർ പറയുന്നത്. ശ്രദ്ധയോടെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളപ്പം ബ്രീത്തിങ് എക്സസൈസുകളാണ് ചെയ്യുന്നത്. ശ്വാസകോശത്തെ പരമാവധി വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ശ്വസന വ്യായാമങ്ങൾ ആസ്തമ പേഷ്യൻസിനും മറ്റും വളരെ ഗുണം ചെയ്യുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും പതുക്കെ ചെയ്യേണ്ടതുമാണ് ശ്വസന വ്യായാമങ്ങൾ. കൈകളെ ഓർത്ത് പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് നിറയ്ക്കുമ്പോൾ ഉദരം വലിച്ചു ചെയ്യുക. ശ്വാസം വിടുമ്പോൾ മുമ്പോട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ശ്വാസം വിടുന്നു കൂട്ടിച്ചേർക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 2, 3, 4, 5. അടുത്ത് ചെയ്യുമ്പോൾ ഉദരം വലിച്ചു ചെയ്യേണ്ടതില്ല. നെറ്റിയുടെ ലെവലിലേക്ക് 1, 2, 3, 4, 5. ബ്രീത്തിങ് ചെയ്തുകൊണ്ടാണ് കൈ വിടുന്നത്. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സാവധാനം കൂട്ടിച്ചേർക്കുന്നു. ഇനി ചെയ്യുമ്പോൾ കൈകൾ മുകളിലേക്ക് പോകണം. അപ്പോൾ ഉദരം നിങ്ങൾ അറിയാതെ തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ടാവും. കൈകൾ ഇങ്ങനെ കോർത്ത് മുകളിലേക്ക് വലിക്കണം. 1, ശ്വാസം വിട്ടുകൊണ്ട് കൂട്ടിച്ചേർക്കുക. 2, 3, 4, 5. ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ്. കൈകൾ എങ്ങനെ പിടിക്കുക? ശ്വാസം ഉള്ളിലേക്ക് നിറച്ചുകൊണ്ട് കൈകൾ അകത്തിക്കൊണ്ട് പോവുക. 1, കൈകൾ കൂട്ടിച്ചേർക്കുക. സാവധാനം കൂട്ടിച്ചേർക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 3, സാവധാനം കൂട്ടിച്ചേർക്കുക. 4, 5. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് കാരണമാകുന്നതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് കാൽ ഉയർന്നതോടൊപ്പം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിൽ കൊണ്ടുപോയി കോർത്ത് മുകളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. മുകളിലേക്ക് വലിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈകൾ ഉയർത്തുകയും കാൽ ഉയരുകയും ചെയ്യുന്നു. കൈകളെ കോർത്ത് മുകളിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് സാവധാനം കൈകളെ കൂട്ടിച്ചേർക്കുന്നു. വീണ്ടും 2, 3, 4, 5. അപ്പോ എല്ലാ സന്ധികൾക്കും വ്യായാമം കിട്ടുന്ന ലൂസനിങ് എക്സസൈസുകൾ, കണ്ണുകൾ ഉൾപ്പെടെ എല്ലാ അവയവങ്ങൾക്കും വ്യായാമം ലഭിക്കത്തക്ക ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെയാണ് ചെയ്തത്. നമ്മുടെ ആക്സിയൽ സ്കെൽട്ടനെയാണ് നമ്മളിപ്പോ അപ്പൻഡിക്കുലർ സ്കെൽട്ടനെയാണ് ചലിപ്പിച്ചത്. അപ്പോ ആക്സിയൽ സ്കെൽട്ടന് ചലനം ലഭിക്കുന്ന ചില കാര്യങ്ങൾ. സ്പൈനിന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൈകൾ അകത്ത് വയ്ക്കുക. ഒരു കൈ ഇങ്ങനെ പിടിക്കുന്നു, നിവർത്തി പിടിക്കുന്നു. ഇപ്പോൾ വലത് കൈയാണ് നിവർന്ന് നിൽക്കുന്നത്. ഇടത് കൈയുടെ പെരുവിരൽ നെഞ്ചിൽ മുട്ടിയാണ് നിൽക്കുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം വലത് കൈ പുറകോട്ട് കൊണ്ടുപോകുന്നു. മാക്സിമം ധരിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതോടൊപ്പം ഈ കൈകൾ മടക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ഇടത് കൈ കൊണ്ടുപോവുകയും ചെയ്യുന്നു. കാൽ ഉറച്ചു തന്നെ നിൽക്കണം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം വിട്ടുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടാണ് തിരിയുന്നത്. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് വരുന്നു. പുറകോട്ട് തിരിയുമ്പോൾ ശ്വാസം വിട്ടുകൊടുക്കുക. എങ്കിൽ മാത്രമേ നന്നായി ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം പോവുക. ഒരു വശത്തേക്ക് ഒരു 5 പ്രാവശ്യമൊക്കെ തുടക്കത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്രമേണ അതിന്റെ നമ്പർ കൂട്ടി ചെയ്തത് ഗംഭീരമായിട്ട് ആ സ്പൈനിന്റെ ട്വിസ്റ്റിങ്ങിന് കാരണമാകുന്നതാണ്. 2 സൈഡിലേക്കും ഒരേപോലെ പ്രാവശ്യം ചെയ്യുക. കൈകൾ എങ്ങനെ പിടിക്കുക, അതോടൊപ്പം ശരീരത്തെ തിരിക്കുക. വക്രാസന പോലെ ചില ആസനങ്ങൾ ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതാണിത്. നമ്മളിവിടെ ചെയ്ത എല്ലാ ചലനങ്ങളും പല ആസനങ്ങളും ചെയ്യുന്നതിന് സഹായിക്കുന്നവയാണ്. ക്രമേണ നമുക്ക് ഏതൊക്കെ ആസനങ്ങൾ ഏതിനൊക്കെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ സാധിക്കും. വക്രാസന വളരെ വിശേഷപ്പെട്ട ആസനമാണ്. യോഗ ടാബ്ലറ്റ് ഫോർ ഡയബറ്റിസ് എന്ന പേരിൽ നമ്മൾ ഈ ആസനയെ ചെയ്തിരുന്നു. ഇരുന്നുകൊണ്ട് ആസന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. അപ്പോ ശരീരത്തിന്റെ ട്വിസ്റ്റിംഗ്, അരക്കെട്ടിന് മുകളിലേക്കുള്ള ഭാഗത്തെ ട്വിസ്റ്റ് ചെയ്യുന്ന, നട്ടലിനെയും സ്പൈനിനെയും ട്വിസ്റ്റ് ചെയ്യുന്ന ചില വ്യായാമങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇനി നമ്മൾ സൈഡ് ബെൻഡിങ് ആണ് ചെയ്യുന്നത്. എന്തിനാണ് സൈഡ് ബെൻഡിങ് ചെയ്യുന്നത്? ത്രികോണാസന പോലുള്ള ആസനങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്.
മാത്രമല്ല നിങ്ങളുടെ റിബ്സ്, അതിനിടയ്ക്കുള്ള പേശികളുണ്ട്, ഇന്റർകോസ്റ്റൽ മസിൽസ്, അവ നല്ല ഇലാസ്തികതയുള്ളതാണ്. അവയുടെ വികാസത്തിന് കാരണമാകും. അവയുടെ വികാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരസിന്റെ നെഞ്ചിൻ കൂടിന്റെ വികാസമാണ്. അതുവഴി ശ്വാസകോശങ്ങൾക്ക് 4 വശങ്ങളിലേക്കും വികസിക്കുവാൻ സാധിക്കും. കോണിക്കൽ ഷേപ്പിലുള്ള ശ്വാസകോശങ്ങൾ ക്ലാവിക്കുലർ റീജിയൻ മുതൽ ഡയഫ്രം വരെയാണ് നിൽക്കുന്നത്. ഒന്ന് മുറിച്ച് പരത്തി വെച്ചാൽ ഒരു ടെന്നീസ് കോർട്ടിനോളം വലിപ്പമുള്ള ഈ ശ്വാസകോശങ്ങളുടെ കപ്പാസിറ്റി കൂട്ടുന്നതിന് സഹായിക്കുന്നതാണ് നമ്മുടെ ലൂസനിങ് എക്സസൈസുകളിലെ സൈഡ് ബെൻഡിങ്. വശങ്ങളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പോവുകയും ശ്വാസങ്ങളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും വശങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഈ ഉരസിന്റെ ഭാഗത്തെ പേശികൾക്കുള്ള ചലനം ഈ ഭാഗത്തെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇത്തരത്തിലെല്ലാം പ്രയോജനപ്പെടുന്ന സൈഡ് ബെൻഡിങ് കുറേശ്ശെ ചെയ്യുകയും ക്രമേണ കൈകൾ താഴേക്ക് കൊണ്ടുപോകത്തക്ക വിധം മുട്ട് വളയാതെ മുട്ടിക്കുകയും ചെയ്യണം. ഓരോ പ്രാവശ്യം സൈഡിലേക്ക് പോകുമ്പോഴും ശ്വാസം വിട്ടുകൊടുക്കുകയും തിരികെ വരുമ്പോൾ ശ്വാസം എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഗംഭീരമായിട്ട് പ്രയോജനം ചെയ്യുന്ന ശ്വാസത്തിനും ഈ ഇടുപ്പില് ഇവിടെയാണ് പലർക്കും മാംസം തൂങ്ങിക്കിടന്ന വൃത്തികെട്ട ഇടുപ്പിന്റെ ഭാഗവും വയറും ഒക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ്. സൈഡ് ബെൻഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈ ഉയർത്തിപ്പിടിക്കുക, ഭൂമി സമാന്തരമായി നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈയെ ഇടത് കൈയുടെ ചെറുവിരലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും നോട്ടം മുകളിലെ ഇടത് കൈയിലേക്ക് പോവുകയും ചെയ്യുക. കാൽമുട്ട് വളയാതെ നിങ്ങൾക്ക് ആവുന്നത്ര ചെയ്താൽ മതിയാകും. ഇതേ കാര്യം ഇടതുവശത്തേക്ക് ആവർത്തിക്കുക. എപ്പോഴും ശ്വാസം വിട്ടുകൊണ്ട് ഫോർവേഡ് ബെൻഡിങ്ങുകൾ ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും ഇതിങ്ങനെ പലരും ചെയ്യുമ്പോൾ ഇങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശ്വാസം വിട്ടുകൊണ്ട് തന്നെ പോയി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരികയും വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങോട്ട് പോവുകയും ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എയറോബിക് ആയിരിക്കണം. ശ്വാസത്തെക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഫലം കിട്ടുക. മാക്സിമം പോകുന്നതിന് സഹായിക്കുന്നതും ഇങ്ങനെ നിവർന്നു വന്നതിന് ശേഷം ശ്വാസം നിറച്ചുകൊണ്ട് വിട്ടുകൊണ്ടും പോകുന്ന രീതിയായിരിക്കും. അത് പാലിക്കുന്നത് നല്ലതായിരിക്കും. വിപരീത ത്രികോണാസന ചെയ്യുന്നതിന്റെ ഫലം കിട്ടും. ആസന എന്ന രീതിയിൽ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ വ്യത്യാസം എന്നുള്ളത് പിന്നീട് ആസന പഠിപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഫോർവേഡ് ബാക്ക്വേർഡ് ബെൻഡിങ് ആണ്. നട്ടലിനെ മുമ്പോട്ടും പിന്നോട്ടും വളയ്ക്കൽ. ഇപ്പോൾ നമ്മൾ സൈഡിലേക്ക് ചെയ്തു, അല്പം മുമ്പോട്ട് വരികയും ബെൻഡിങ് ട്വിസ്റ്റ് തരത്തിലുള്ള ആസന ചെയ്തു, വ്യായാമങ്ങൾ ചെയ്തു. ഫോർവേഡ് ബാക്ക്വേർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പൈൻ പ്രശ്നമുള്ളവർ, നട്ടലിൽ വേദനയുള്ളവർ, ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവർ ഫ്രണ്ടിലേക്ക് പോകുന്നത് കുറച്ച് ചെയ്യാൻ പാടുള്ളൂ. ക്രമേണ അവർക്കത് വഴങ്ങി വരുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നട്ടൽ വളച്ച് ചെയ്യുന്നതാണ് പ്രശ്നം. നട്ടലിനെ വലിച്ചുകൊണ്ട് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പൊ തുടക്കത്തിൽ സാവധാനം മാത്രം ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പുറകോട്ട് പോകുന്നു. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം മുമ്പോട്ട് പോയി കുറച്ച് ചെയ്താൽ മതി. കൈകൾ ഫ്രീ ആകണം. നടുവേദനയൊന്നും ഇല്ല, കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ട് പോയി കൈകൾ പതിച്ചു പോകത്തക്കവണ്ണം ചെയ്യാവുന്നതാണ്. കൈകൾ തലയിൽ മുട്ടി വരത്തക്കവണ്ണം ചെയ്യാവുന്നതാണ്. 1 ഫോർവേഡ് വാ, 2 ഇങ്ങനെയൊക്കെ കൈമുട്ടി പോകത്തവണ്ണം ചെയ്യാവുന്നതാണ്. 3 4 5. കൈ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഉയർന്നു പോകാൻ സാധിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഉരസിന്റെ ചലനം കൂടി ശരിയാകുന്നതാണ്. വയറ് എന്ന് പറയുന്നത് ഉയർന്നു നിന്നാൽ പലപ്പോഴും ഡയഫ്രം താഴേക്ക് പോകില്ല. ഡയഫ്രം താഴേക്ക് പോയിട്ടില്ല എങ്കിൽ ശരീരത്തിന്റെ ശ്വാസകോശങ്ങളുടെ താഴത്തെ അറകൾ നിറയുന്നതിന് സാധിക്കില്ല. അതുവഴിയാണ് പലപ്പോഴും ശ്വസനം ചെറുതായി പോകുന്നത്. ദീർഘശ്വസനമാണ് നമുക്ക് വേണ്ടുന്നത്. ദീർഘമായി ശ്വസിക്കുന്ന ജീവികളുടെ ആയുസ് വളരെ കൂടുതലായിരിക്കും. പതുക്കെ ശ്വസിക്കുന്ന ആമയുടെ ആയുസ് 100-150 വർഷമാകുന്നതും എളുപ്പം ശ്വസിക്കുന്ന പല ജീവികളും, പട്ടിയെ പോലുള്ള പല ജീവികളും വളരെ പെട്ടെന്ന് ആയുസ് കുറഞ്ഞ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന നമ്മൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ശ്വാസത്തിന്റെ ലെങ്ത് കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് ലങ്സ് കപ്പാസിറ്റി കൂടാണ്. മിലിറ്ററി ഒരാളെ എടുക്കുമ്പോൾ ആദ്യം അളക്കുക, ചെസ്റ്റ് അളക്കും. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് എത്രയുണ്ട് എന്നത് അന്വേഷിക്കും. അതനുസരിച്ചിട്ടാണ് അയാൾക്ക് ജോലി കൊടുക്കുക. അപ്പൊ അയാൾ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അയാളുടെ ലങ്സ് കപ്പാസിറ്റി കൂടിയിരിക്കണം. നിങ്ങൾ ഹിമാലയ യാത്ര ചെയ്യുമ്പോൾ ലങ്സ് കപ്പാസിറ്റി അളക്കാറുണ്ട്. അതിന് എത്രമാത്രം ശ്വാസം ഉൾക്കൊള്ളാൻ സാധിക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത്തരം ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമാണ്. കൈകളെ ഇങ്ങനെ പിടിക്കുക. കൈവിരലുകൾ ഇവിടെ വശങ്ങൾ പെരുവിരൽ വെച്ചിട്ട് കൈവിരൽ കൊണ്ട് സാവധാനം മസാജ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കുനിഞ്ഞു പോവുക. നടുവേദനക്കാർക്ക് മുമ്പോട്ട് കുനിയണ്ട. സാവധാനം കുനിയുന്നതനുസരിച്ച് അടിവാക്കി വരെ നമ്മുടെ മസാജിങ് പോകണം. ഇതിങ്ങനെ പോകണം. വയറൊക്കെ നമ്മുടെ കൈകളിൽ കിട്ടണം. ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ
ഒരു കയ്യിൽ വയർ കിട്ടണം. പലപ്പോഴും ഒരു ചാൺ വയറിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന പലരും ഒരു ചാൺ, ഇതൊക്കെ ഒരു ചാൺ പോലും ഇല്ല, ഒരു മുഴം വയറും 1 മീറ്റർ വയറും ഒക്കെ മാറിയപ്പോൾ ഒന്ന് മുണ്ടെടുക്കണമെങ്കിൽ പ്രത്യേകം മുണ്ട് നിർമ്മിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ വയറ് കുറയ്ക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുവഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസകോശത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന, തോളുകളുടെ ചലനം ക്ലാവിക്കുലർ ബ്രീത്തിങ്ങിന് സഹായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ശരീരത്തിന്റെ ശ്വാസകോശത്തിന്റെ എല്ലാ അറകളെയും സജീവമാക്കുവാൻ സഹായിക്കുന്ന ലൂസനിങ് എക്സസൈസുകളും കൂടിയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പൊ നമുക്കിനി ആസന പരിശീലനത്തിലേക്ക് പോകാം. നിന്നുകൊണ്ട് ചെയ്യുന്ന, എളുപ്പം ചെയ്യാവുന്ന 1-2 ആസനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മള് ബാലൻസ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. പലർക്കും 40 വയസ്സ് കഴിഞ്ഞാൽ നിന്നുകൊണ്ട് കാലിൽ സോക്സ് ഇടാൻ സാധിക്കില്ല. എന്തിനു പറയുന്നു? പാന്റ് ഇടണമെങ്കിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് പാന്റ് ഇടേണ്ട അവസ്ഥയിലുള്ളവരുണ്ട്. കസേരയിൽ ഇരുന്നൊക്കെയാണ് പലരും പാന്റ് ഇടുന്നത്. കാരണം ബാലൻസ് ചെയ്തിട്ടില്ല. പ്രായമാകുമ്പോൾ പേച്ചു പോകുക എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവയെ പരിഹരിക്കാൻ നല്ലൊരു ആസനമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കാലിൽ ചേർത്ത് നിന്ന് വൃക്ഷാസനം, വൃക്ഷത്തെ പോലെ ശരീരം നിർത്തലാണ് ചെയ്യുന്നത്. കാലുകളെ ഉയർത്തി ഇങ്ങനെ വെക്കാൻ സാധിക്കുന്നവർക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാവുന്നതാണ്. അല്പസമയം നിൽക്കാൻ സാധിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇങ്ങനെ നിന്നാൽ ബാലൻസ് പോകുമെന്നുള്ളവർക്ക് കാലുകൾ ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ നിൽക്കാം. ഇനി ഇങ്ങനെ നിന്നാലും ബാലൻസ് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഭിത്തിയുടെ സപ്പോർട്ട് എടുക്കാം. ഭിത്തിയോട് ഇങ്ങനെ ഒന്ന് ചേർന്ന് നിൽക്കുന്നത് അവരുടെ ബാലൻസ് മെച്ചപ്പെടുന്നതിന് സഹായിക്കും. സാധിക്കുമെങ്കിൽ ഇങ്ങനെയും കാലെടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഭിത്തിയുടെ സപ്പോർട്ട് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ ഞാൻ ഭിത്തിയുടെ സപ്പോർട്ട് ഇല്ലാതാണ് നിൽക്കുന്നത്. അപ്പൊ നിൽക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഉപ്പൂറ്റി ഭിത്തിയോട് ചേർന്ന് നിന്നാൽ ഗംഭീരമായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈസിയായി നിൽക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് നിന്ന് ശീലിച്ചതിന് ശേഷം, കാലിങ്ങനെ വെച്ചിട്ട് ശേഷം ഇങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ കൈകളെ ഉയർത്തിക്കൊണ്ടുവന്ന് കൂപ്പി പിടിക്കാവുന്നതാണ്. പലപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ കാലിങ്ങനെ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വളയാതെ നിവർത്തി പിടിക്കാനും കൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുട്ടുവേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ദീർഘനേരം നിന്ന് ശീലിക്കുക എന്നുള്ളതാണ് വൃക്ഷാസന പരിശീലനം ചെയ്യാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും ഇത് മെച്ചപ്പെട്ട് വരുന്നവർക്ക് കാണാൻ സാധിക്കും. എത്ര സമയം നിന്നാലും കുഴപ്പമില്ലാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ ശരീരം ക്രമേണ ബാലൻസ് നേടുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിന്റെ എന്താ പറയുക, അലൈൻമെന്റ് ശരിയാണോ എന്ന് പരിശോധന നടത്തണം. പലപ്പോഴും പലരുടെയും അലൈൻമെന്റ് തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ കാർ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി അലൈൻമെന്റ് പരിശോധിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ അലൈൻമെന്റ് ശരിയാണോ എന്നറിയാൻ നിങ്ങൾ ധരിക്കുന്ന ചെരുപ്പ് പരിശോധിച്ചാൽ മതിയാകും. ചെരുപ്പ് പലപ്പോഴും സൈഡ് തേഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ചിലരുടെ വിരലറ്റം കൂടുതൽ പതിഞ്ഞതായി കാണാം. ഇത്തരം അലൈൻമെന്റ് ശരിയാക്കുവാൻ ഇത്തരം ആസനങ്ങളുടെ പരിശീലനം സഹായിക്കുന്നതാണ്. കൈകൾ കൂപ്പി ദീർഘസമയം നിന്നാൽ ഒരു പ്രശ്നമില്ലാതെ നിൽക്കാൻ സാധിക്കണം. ക്രമേണ പരിശീലനത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നിന്നുകൊണ്ട് ചെയ്യാവുന്ന നിരവധി ആസനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളുള്ളിൽ നിന്നുകൊണ്ട് 1-2 ആസനങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇരുന്നുകൊണ്ട്, നിന്നുകൊണ്ട്, കിടന്നുകൊണ്ട് ഒക്കെയുള്ള ആസനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ സൂര്യ നമസ്കാരമുണ്ട്. സൂര്യ നമസ്കാരം ആസനങ്ങളുടെയും വ്യായാമത്തിന്റെയും സംഘാതമാണ്. രണ്ടും കൂടി ചേർത്ത് ചെയ്യലാണ്. സ്പീഡിൽ ചെയ്താൽ അത് വ്യായാമമായി. ശ്രദ്ധിച്ച് ആസനം ചെയ്യുമ്പോൾ അത് ആസന പരിശീലനത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും ആസനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആസനങ്ങൾ ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ ഉണ്ട്. അവയൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുന്നവർക്കാണ് അതിന്റെ ഫലം കിട്ടുക. നിയമാസൊക്കെ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ആവുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തറയിലേക്ക് ഒന്ന് ഇരിക്കാം. ഇരിക്കുമ്പോൾ കാലുകൾ നീട്ടിയാണ് ഇരിക്കുന്നത്. കല്ല് നീട്ടി ഇരിക്കാൻ സാധിക്കാത്തവർ, തറയിൽ ഇരിക്കാൻ പറ്റാത്തവർക്ക് ചില ആസനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും എക്സസൈസുകളും കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നവയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവയൊക്കെ എങ്ങനെ ചെയ്യാം, ഇരുന്നുകൊണ്ട് ചെയ്യാം എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വജ്രാസനമാണ് മിക്കവാറും ആസനങ്ങളിൽ ഈസിയായി ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ആസനങ്ങളിൽ ഒന്ന്. കാല് മടക്കി, വലതുകാലം മടക്കി വലതുപൃഷ്ഠത്തിനെ അടിയിലേക്ക് വെക്കുകയും ഇടതുകാലം മടക്കി ഇടതുപൃഷ്ഠത്തിനെ അടിയിലേക്ക് വെക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഇങ്ങനെ സുഖമായി ഇരിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. പലപ്പോഴും തുടക്കക്കാർക്ക് ഇതിരിക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. അവർ നിത്യ പരിശീലനം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണിത്. എന്റെ കയ്യിൽ ലവണതൈലം പോലുള്ള അത്ഭുത മരുന്നുകളൊന്നുമില്ല, ഒരു കച്ചവടവും ഇവിടെയില്ല. നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കും നിങ്ങളെ മാത്രമാണ്. ഇരുന്ന് ശീലിക്കലല്ലാതെ ഒരു എളുപ്പ വഴിയും ഇവിടെയില്ല. അപ്പൊ ആദ്യത്തെ ദിവസം 10 സെക്കൻഡ് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ബെസ്റ്റ്. അത് ക്രമേണ സമയം വർദ്ധിപ്പിച്ച് ചെയ്യാവുന്നതാണ്. ഇത് അർദ്ധ വജ്രാസനയാണ്. പൂർണ്ണ വജ്രാസനം ഇരിക്കുമ്പോൾ കാലുകൾക്ക് മധ്യത്തിലേക്ക് പൃഷ്ഠം ഉറപ്പിച്ചിരിക്കലാണ് ചെയ്യുന്നത്. തുടക്കക്കാർക്ക് വലിയ വിഷമമായിരിക്കും. കാലുകൾ ഇരുവശങ്ങളിലേക്കും വെച്ചിട്ട് തറയിൽ അമർന്നിരിക്കലാണ് ചെയ്യുന്നത്. ഇങ്ങനെ തറയിൽ പൂർണ്ണമായി അമർന്നിരിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്.
ഭക്ഷണശേഷം ആസനങ്ങളൊന്നും ചെയ്യുവാൻ പാടില്ല എന്നുണ്ടെങ്കിലും വജ്രാസന പോലുള്ള ചില ആസനങ്ങൾക്ക് ചെയ്യുവാൻ വിധിയുണ്ട്. എന്നത് മാത്രമല്ല, അങ്ങനെ ചെയ്താൽ പ്രമേഹ രോഗമൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പൂർണ്ണ വജ്രാസനം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞിരുന്ന് കാണിക്കുകയും ചെയ്യാം. കാലുകളിൽ ഇങ്ങനെ അകത്തി ഇവിടെ ഇങ്ങനെ തറയിൽ സ്പർശിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പൃഷ്ഠഭാഗം തറയിൽ പൂർണ്ണമായി സ്പർശിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ സുഖമായിരിക്കാൻ സാധിക്കണം, ദീർഘസമയം ഇരിക്കാൻ സാധിക്കണം. ഒരു 1.5 മണിക്കൂർ ആസനത്തിൽ സ്ഥിരമായിരുന്ന ആസന ജയം നേടുന്ന ആളിനെ മാത്രമാണ് പ്രാണായാമം പഠിപ്പിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും അനുലോമ വിലോമ പ്രാണായാമമാണ് പഠിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന മറ്റൊരു ആസനം കൂടി ഒന്ന് പരിശീലിക്കാം. ഈ ആസനത്തിൽ നിന്ന് മുട്ടിൽ നിവർന്നു നിൽക്കുന്നു, കൈകൾ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നു, കാലുകൾ ശരീരത്തെ പുറകോട്ട് വളയ്ക്കുന്നു. കൈകൾ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചെസ്റ്റ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. സാവധാനം താഴ്ത്തി വയ്ക്കുന്നു. ഉഷ്ട്രാസനം എന്നറിയപ്പെടുന്ന ആസനം നടുവേദനക്കാർക്കുള്ള ഫലപ്രദമാണ്. കഴുത്ത് വേദന പരിഹരിക്കാൻ നല്ലതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി സജീവമാക്കുന്നതാണ്. ദീർഘനേരം മൊബൈൽ നോക്കിയിരുന്ന കഴുത്തിന് വേദനയ്ക്കുള്ളവർക്ക് പരിഹരിക്കാൻ നല്ലതാണ്. നടുവേദനയും പരിഹരിക്കാൻ നല്ലതാണ്. നിത്യപരിശീലനം കൊണ്ട് സാധിക്കുന്നതാണ്. കുറച്ചും കൂടി അഡ്വാൻസ് ആയി ആസനം ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു 1 മണിക്കൂർ ക്ലാസ് രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പരിമിതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ട്. അതുകൊണ്ട് അവയൊക്കെ ക്രമേണ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ഉഷ്ട്രാസന ഉഷ്ട്രമിന്റെ ഒട്ടകം എന്നാണ്. ഒട്ടകത്തിന്റെ മുതുക് പോലെ ശരീരത്തെ വളർത്തി നിൽക്കുന്നതുകൊണ്ടാണ് ഈ ആസനത്തിന് ഈ പേര് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മറന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ആസനം കൂടി പരിചയപ്പെടുത്തുകയാണ്. കാലുകൾ നിവർത്തി ഇരുന്നതിന് ശേഷം സാവധാനം മറന്ന് കിടക്കുക. കൈകൾ കുത്തിയാണ് മറന്ന് കിടക്കാവുന്നതാണ്. കൈകൾ ആസനങ്ങളിൽ പതിച്ചിരിക്കുന്നു. വലത് കാൽ സാവധാനം ഉയർത്തുക, പതുക്കെ താഴ്ത്തി വയ്ക്കുക. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട്, അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് കാൽ ഉയർത്തുന്നത്. ഇടത് കാലിൽ ഇത് ആവർത്തിക്കാവുന്നതാണ്. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്ത് ശരീരത്തിന്റെ വഴക്കം ഉണ്ടാക്കിയതിനു ശേഷം മാത്രം ഇരു കാലുകളും ഉയർത്തി മേരുദണ്ഡാസന എന്ന ഈ ആസനം പൂർണ്ണ മേരുദണ്ഡ, ഇപ്പൊ നമ്മൾ ചെയ്ത അർദ്ധ മേരുദണ്ഡാസനയാണ്. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുന്നു. ആവുന്നവർക്ക് ഇരു കാലുകളും ഇങ്ങനെ ഉയർത്തുകയും സാവധാനം താഴ്ത്തി വെക്കുകയും ചെയ്യുന്ന പൂർണ്ണ മേരുദണ്ഡാസന പരിശീലിക്കാവുന്നതാണ്. അതിന്റെ വിപരീത മേരുദണ്ഡാസനം കൂടി അതിന്റെ കോംപ്ലിമെന്ററി ആസന എന്ന രീതിയിൽ ചെയ്യേണ്ടതാണ്. കാലുകൾ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ ഉയരാതെ തന്നെ കൈകൾ ഉയർത്തോടൊപ്പം ശരീരത്തെ ഉയർത്തിക്കൊണ്ടുവരലാണ് പൂർണ്ണ മേരുദണ്ഡാസനം ചെയ്യുക. സാവധാനം താഴ്ത്തി വയ്ക്കുകയും ചെയ്യുന്നു. ഇതും ഒരു 4-5 പ്രാവശ്യം പ്രവർത്തനം ചെയ്ത് ശരിയാക്കേണ്ടതാണ്. പലർക്കും ഇത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും, പൂർണ്ണമായി ഉയർന്നു വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് കൈകൾ കുത്തി എഴുന്നേറ്റതിനു ശേഷം കൈകളെ നിവർത്തി പിടിച്ചുകൊണ്ട് സാവധാനം പുറകോട്ട് പോയി കാണാനാണ് ശ്രമിക്കേണ്ടത്. ഈ 2 കാര്യങ്ങളും നട്ടലിന്റെ ശക്തിപ്പെടുത്തൽ, പുറം പേശികളെ ശക്തിപ്പെടുത്തുന്നതാണ്, പുറം വേദനയ്ക്ക് പരിഹാരമാണ്. ചെയ്തു കഴിഞ്ഞാൽ അല്പസമയം കൈകാലകത്തി കിടന്ന് ശരീരത്തിന്റെ പുറം പേശികൾക്ക് മറ്റുമുണ്ടായ ഉദരപേശികൾക്കുണ്ടായ ചലനത്തെ ശ്രദ്ധിക്കാവുന്നതാണ്. കമിഴ്ന്ന് കിടന്നുകൊണ്ട് ഒരു ആസനം കൂടി നമുക്ക് ഇന്ന് പരിശീലിക്കാം. കൈ കുത്തി വലതുവശം ചെരിഞ്ഞ് സാവധാനം എഴുന്നേറ്റ് വരിക. എഴുന്നേൽക്കുമ്പോൾ വലതുവശം ചെരിഞ്ഞ് എഴുന്നേൽക്കുവാനും കിടക്കുമ്പോൾ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ആയുർവേദവും പറയുന്ന ഒരു കാര്യമാണ്. കാലുകൾ അകത്തി കമിഴ്ന്ന് കിടക്കലാണ് ചെയ്യുന്നത്. മകരാസന, ഈ ഒരു ആസനത്തിന്റെ പരിശീലനം കൊണ്ട് തന്നെ നടുവേദനക്കാർക്ക് വളരെ ആശ്വാസം ലഭിക്കും. പാദങ്ങൾ വശങ്ങളിലേക്ക് അമർത്തി കാലിന്റെ ഉപ്പൂറ്റി ഭാഗത്തെ തറയിൽ ഉറപ്പിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. കവിടുന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങളുടെ എല്ലാം റിലാക്സേഷൻ പോസ്റ്ററാണിത്. ദീർഘസമയം കിടക്കാവുന്നതാണ്. മെത്ത, തലയിണ മുടങ്ങിയുള്ള നമ്മുടെ കിടപ്പിനെ സുഖകരമാക്കുന്ന പല കാര്യങ്ങളും നടുവേദനയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവയൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നടുവേദനയും പുറംവേദനയും മാറിക്കിട്ടുമെന്ന കാര്യം നമ്മൾ മറക്കണ്ട. അപ്പോൾ കാലുകളുടെ സ്ഥിതി ഞാൻ തിരിഞ്ഞുകൂടി കാണിക്കാം. മകരാസനത്തിൽ കിടക്കുമ്പോ കാലുകളെ ഇങ്ങനെ തറയിൽ സ്പർശിച്ച് കിടക്കലാണ്. കഴുത്ത് വേദന ഉള്ളവരാണെങ്കിൽ കൈകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കൈകൾ താഴേക്ക് വെച്ച് അതിലേക്ക് തല വെച്ച് ഭൂമിയോട് ചേർന്ന് പതിഞ്ഞ് കിടക്കാവുന്നതാണ്. ഇടയ്ക്ക് തല മാറ്റി വെക്കുകയും ചെയ്യാവുന്നതാണ്. ഉപ്പൂറ്റി തല ഉറച്ചിരിക്കുക എന്നുള്ളതാണ് മകരാസനയുടെ പ്രത്യേകത. ക്രമേണ വടങ്ങി വരുന്നതാണ്. തുടക്കക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. കൈകൾ പൊസിഷൻ കൂടി ഞാൻ കാണിക്കാം. ഒന്നുകൂടി കൈകള് കൊണ്ട് താടിയെ സപ്പോർട്ട് ചെയ്ത് പിടിക്കലാണ് ചെയ്യുന്നത്. കഴുത്ത് വേദനക്കാർ ചെയ്യണമെന്നില്ല. അവർക്ക് ഇങ്ങനെ കിടക്കാവുന്നതാണ്. അല്പസമയം തിരിച്ചും കിടക്കാവുന്നതാണ്. എന്തായാലും നടുവേദന പരിഹരിക്കപ്പെടുന്ന ഒരു ആസനമാണ് മകരാസനം.
ആർക്കും പറഞ്ഞു കൊടുക്കാവുന്നതും വളരെ എളുപ്പം ചെയ്യാവുന്നതുമായ എക്സസൈസ് പോസ്റ്ററാണ്. അപ്പോൾ നമ്മൾ ആസന എന്ന രീതിയിൽ പരിചയപ്പെട്ടത് വൃക്ഷാസന, നിന്നുകൊണ്ട് ചെയ്യുന്നൊരാസന, അതുപോലെ ഇരുന്നുകൊണ്ട് ഉഷ്ട്രാസന, മലർന്ന് കിടന്നുകൊണ്ട് മേരുദണ്ഡാസന, വിപരീത മേരുദണ്ഡാസന, കമിഴ്ന്ന് കിടന്നുകൊണ്ട് മകരാസന. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും മലർന്ന് കിടന്നുകൊണ്ടും കമിഴ്ന്ന് കിടന്നുകൊണ്ടും ചെയ്യുന്ന 4 ആസനങ്ങളെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൂര്യ നമസ്കാരമാണ്. സൂര്യ നമസ്കാരം ശരിക്കും ആസനങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും പലരും സൂര്യ നമസ്കാരം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും പല രീതികൾ അനുസരിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് സൂര്യ നമസ്കാരം നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കൃത്യമായി സൂര്യ നമസ്കാരം ചെയ്യേണ്ടതിന്റെ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിലുണ്ട്, അതുകൂടി പരിശീലിക്കാവുന്നതാണ്. തീരെ വയ്യാത്തവർക്ക് കസേരയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന സൂര്യ നമസ്കാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൂര്യ നമസ്കാരത്തിന്റെ ആസനങ്ങളെ ആദ്യം പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഉണ്ട്. ഇവയൊക്കെ നിത്യമായി പരിശീലിക്കുന്നവർക്ക് എളുപ്പമാകും വിധം വളരെ സിമ്പിൾ ആയിട്ട് ശ്വാസത്തെയും മറ്റും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം സൂര്യ നമസ്കാരം കൂടി പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരികയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞവർ കാലക്കുത്തി എഴുന്നേക്കാൻ പറ്റുന്നവർ, കൈയുടെ സപ്പോർട്ട് ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എഴുന്നേൽക്കാം, അല്ലാത്തവർക്ക് അല്ലാതെ എഴുന്നേറ്റ് വരിക. കാലുകൾ ചേർന്ന് നിൽക്കുക. കാലുകളെ നന്നായി മുറുക്കി നിർത്തിയതിനു ശേഷം, ശരീരത്തിൽ നിർത്തിയതിനു ശേഷം വേണം സൂര്യ നമസ്കാരം ചെയ്യുവാൻ. ഷീറ്റിൽ എപ്പോഴും ഫ്രണ്ടിൽ കയറി നിന്ന് വേണം ചെയ്യുവാൻ. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുണ്ടാകും. നിന്ന പൊസിഷനിൽ നിന്ന് മാറ്റമില്ലാതെ അവിടെ തന്നെ തിരിച്ചു വരുന്നുവെങ്കിൽ നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്ത് കറക്റ്റാണ്. പലപ്പോഴും അശ്വസഞ്ചലനാസന പോലുള്ള ആസനങ്ങൾ ചെയ്യുമ്പോൾ പുറകോട്ട് നിന്ന് കാല് കൊണ്ടുവന്ന് കൈകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വരുമ്പോഴാണ് പൊസിഷൻ മാറിപ്പോകുന്നത്. തുടക്കക്കാർക്ക് അങ്ങനെ സംഭവിച്ചേക്കാം. പിന്നെ അല്പം കൂടെ മുമ്പോട്ട് നീങ്ങി നിൽക്കുന്നത് കാല് പോകുമ്പോൾ മുട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അഡ്ജസ്റ്റ് ചെയ്തിൽ നിന്ന് വേണം. നിങ്ങൾ ഷീറ്റിൽ തന്നെ ചെയ്യണമെന്ന കാര്യം നിർബന്ധമുള്ള കാര്യമാണ്. രാവിലെയാണ് ചെയ്യുന്നത് ഏറ്റവും പറ്റിയ സമയം. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ ചില ചലനങ്ങൾക്ക് അല്പം മാറ്റം ഉണ്ടായേക്കാം. അപ്പോൾ നമസ്കാരത്തിൽ നിൽക്കുന്നു. ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നത്. സൂര്യനെ ഒന്ന് മനസ്സ് സ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഓം ഹിരൺമയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്ന അപാവരണോ സത്യധർമായ ദൃഷ്ടയെ എന്നാണ്. ഈ മന്ത്രം ചൊല്ലണമെന്ന് ഞാൻ വാശിയൊന്നും പിടിക്കത്തില്ല. സത്യത്തിന്റെ മുഖം സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു, അല്ലയോ പൂഷാവേ സൂര്യ അപാവരണോ. ആ മൂടി മാറ്റിയിട്ട് സത്യധർമാദികളെ കാണിച്ചു തരണേ എന്നാണ് പ്രാർത്ഥന. സത്യത്തിന്റെ പിന്നാലെയാണ് ലോകം എപ്പോഴും പായുന്നത്. സത്യം യോഗശാസ്ത്രത്തിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മതങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ചൊല്ലേണ്ടതില്ല. പക്ഷെ എന്റെ ഗുരുനാഥന്മാർ പറഞ്ഞത് എനിക്ക് അനുസരിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥന ചൊല്ലാം. ഓം ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന അപാവൃണോ സത്യധർമായ ദൃഷ്ടയേ. ഒന്നാമത്തേക്ക് പോകുമ്പോ കൈകൾ മുകളിലേക്ക് കൊണ്ടുപോയി അരക്കെട്ടിന് മുകൾവശം പുറകോട്ട് വളയ്ക്കുന്നു. കാൽ വളയേണ്ടതില്ല. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് അരക്കെട്ടിനെ മുകളിലേക്ക്, കൈകൾ മുകളിലേക്ക് കൊണ്ടുപോയി അരക്കെട്ടിനെ പുറകോട്ട് വളർത്തി നിൽക്കുന്നു. അല്പസമയം ആ പൊസിഷൻ കീപ്പ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് ശരീരം പുറകോട്ട് കുറേശ്ശെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. നോർമൽ ബ്രീത്തിങ്ങിൽ നിൽക്കാവുന്നതാണ്. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നേരെ മുമ്പോട്ട് വരാം. നടുവേദനക്കാർ കുറച്ച് വന്നാൽ മതി. ഒരു ഇത്രയും വന്ന് അവിടെ നിന്നാൽ മതി. നട്ടല് നിവർന്നു നിൽക്കണം, വളഞ്ഞു പോകാൻ പാടില്ല. കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് വീണ്ടും മുമ്പോട്ട് പോകാം. ശ്വാസം വിട്ടുകൊണ്ടാണ് പോകുന്നത്. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാലുകൾ വശങ്ങളിലായി കൈകൾ പതിച്ചു വെക്കുകയോ കാലിൽ പിടിച്ച് പതുക്കെ നെറ്റി മുട്ടിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അല്പസമയം കീപ്പ് ചെയ്ത് കുറേശ്ശെ ശ്രമം നടത്താവുന്നതാണ് തുടക്കക്കാർ. 1 2 3 4 5 6 7 8 9 10. ഇനി കാലുകൾ നേരെ കൈകൾ പതിച്ചു വെച്ചുകൊണ്ട് വലതുകാൽ പിന്നിലേക്ക് പോകുന്നു. അശ്വസഞ്ചലനാസന, ഒരു കുതിരപ്പുറത്ത് ഒരാൾ സഞ്ചരിക്കും പോലെ നിൽക്കുന്ന പൊസിഷൻ ആയതുകൊണ്ടാണ് അശ്വസഞ്ചലനാസന എന്ന പോസ്റ്റർ. മുൻവശത്തെ കാഫോസസ് തൈമസസ് നന്നായി അമർന്നിരിക്കണം. വലതുകാൽ പുറമോട്ട് പരമാവധി നീങ്ങിയിരിക്കണം. കാൽമുട്ടത്തറ ഉറപ്പിച്ചു വെക്കാൻ പാടില്ല, സ്പർശിക്കാമെന്ന് മാത്രം. നന്നായി നിവർന്ന് ദൃഷ്ടി മുകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അടുത്ത കാൽ കൂടി കൊണ്ട് ചേർക്കുമ്പോൾ ഇരു കാലിന്റെയും കാൽവിരലുകൾ അല്പം മടങ്ങി നിൽക്കും. മുഴുവൻ ശക്തിയും കാൽവിരലുകളിലും കൈകളിലെ ഭുജപേശികളിലുമാണ്.
ഭുജപേശി വർദ്ധിപ്പിക്കാൻ, ഭുജത്തിന്റെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ചതുരംഗ ദണ്ഡാസന എന്നാണ് ഈ ആസനത്തിന്റെ പേര്. ഇവിടെ ഒന്നും റിലാക്സേഷൻ പോസ്റ്ററിലേക്കാണ് വരിക. ദീർഘസമയം ഇരിക്കാവുന്ന ഒരു പോസ്റ്ററാണ് ശശാങ്കാസന. സൂര്യ നമസ്കാര 10 സ്റ്റെപ്പായിട്ടാണ് ഞാൻ നേരത്തെ പഠിച്ചിട്ടുള്ളത്. എസ് യൂണിവേഴ്സിറ്റി പ്രായമായവർക്ക് ചെയ്യുമ്പോൾ റിലാക്സേഷൻ കൂടി ആഡ് ചെയ്തതാണ് ശശാങ്കാസന പോസ്റ്റർ. കാഫ് മസിൽസ് തൈ മസിൽസ് ചേർന്ന് ബട്ടക് താഴേക്ക് അമർത്തി കൈകളിൽ മാക്സിമം അമർത്തി ഇരിക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ ബ്രീത്തിങ് ആണ്. ഇവിടെ നിന്ന് ഉയർന്ന അഷ്ടാംഗ നമസ്കാരമാണ് ചെയ്യുക. മുട്ട, നെഞ്ച്, നെറ്റി അരക്കെട്ട് മുട്ടാതെ, കഴിയുമെങ്കിൽ മൂക്ക് മുട്ടാതെ ചെയ്യുന്ന അഷ്ടാംഗ നമസ്കാര. ഉയർന്ന് മുട്ട്, അരക്കെട്ട് മുട്ടാതെ, നെഞ്ച്, നെറ്റി. അല്പസമയം മാത്രമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ. വലിഞ്ഞ് എഴുന്നേറ്റ് വരണം. ഭുജംഗാസന പോസ്റ്ററാണ്. അരക്കെട്ടിനെ വലിച്ചു മുമ്പോട്ട് കൊണ്ടുവരേണ്ടതാണ്. നോട്ടം മുകളിലേക്ക്. 1 2 3 4 5 6 7 8 9 10. ഉയർന്ന് ഉപ്പുറ്റി തലയിൽ മുട്ടിച്ച് താടി നെറ്റിൽ മുട്ടിച്ച് പർവ്വതാസനയാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10. കാലിലേക്ക് അമർന്നിരിക്കുന്ന ശശാങ്കാസന പോസ്റ്ററിലേക്ക് വരുന്നു. പരമാവധി ബട്ടക് താഴേക്ക് അമർത്തി വയ്ക്കുന്നു. 1 2 3 4 5 6 7 8 9 10. വലതുകാൽ കൈകൾ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇത് പലപ്പോഴും സാധിക്കില്ല. തുടക്കക്കാർക്ക് കുറേശ്ശെ വരച്ച് കാല് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. നോട്ടം മുകളിലേക്ക്. 1 2 3 4 5 6 7 8 9 10. അടുത്ത കാലം കൂടി കൊണ്ടു ചേർക്കുന്നു. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഇൻ. കൈകൾ പുറകോട്ട് പോയി ഹസ്തഉത്ഥാനാസന പോസ്റ്ററിലേക്ക്. 1 2 3 4 5 6 7 8 9 10. നമസ്കാരത്തിലേക്ക് വരിക. കാലുകത്തി സ്വസ്ഥമായി നിന്ന് ശരീരത്തിൽ സംഭവിച്ച മാറ്റങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ വലത് കാലം കൊണ്ട് 2 പ്രാവശ്യം നമ്മൾ അശ്വസഞ്ചലനാസനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന്റെ അർത്ഥഭാഗം കൂടുതൽ വലത് ഭാഗമായിരിക്കും ഉഷാറായിട്ടുണ്ടാവുക. ഇടത് ഭാഗത്തെ വ്യത്യാസവും തിരിച്ചറിയണം. ഇങ്ങനെ അറിഞ്ഞ് ആസ്വദിച്ചുകൊണ്ടാണ് സൂര്യ നമസ്കാരം ചെയ്യേണ്ടത്. നിങ്ങൾ വേഗത്തിൽ ആണ് ചെയ്യുന്നതെങ്കിൽ അത് വ്യായാമമായി പോകും. ഇവിടെ നമ്മൾ ചെയ്തത് ആസനം എന്ന രീതിയിൽ സൂര്യ നമസ്കാരത്തെ എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്ന കാര്യമാണ്. ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഓരോ ശരീരഭാഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൃത്യമായി വീക്ഷിച്ചുകൊണ്ട് സെൽഫ് അവയർനെസ്, അതാണ് യോഗ. അങ്ങനെ ചെയ്യുമ്പോഴാണ് സൂര്യ നമസ്കാരം കൂടുതൽ ഫലപ്രദമായി അനുഭവപ്പെടുക. ഇങ്ങനെ അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്യുവാനാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്. വേഗമല്ല, വേഗത കൂടുതലല്ല ചെയ്യുക. വേഗതയെ, ഓടുന്ന ലോകത്തെ പതുക്കെയാക്കി മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിക്കുവാനാണ് യോഗശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്. അത് അറിഞ്ഞു ആസ്വദിച്ച് ചെയ്യേണ്ടതാണ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇടത് കാലിൽ കൂടി ചെയ്യാം. ഇടത് കാലിൽ 2 അശ്വസഞ്ചലനം ചെയ്യുന്ന രീതി. കാൽ ചേർത്ത് വയ്ക്കാം, കൂപ്പി നിൽക്കാം. അല്പം കൂടി ഞാൻ മുമ്പോട്ട് കയറി നിൽക്കുന്ന മുമ്പ് എന്റെ കാലവിടെ മുട്ടി പോയിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കേണ്ടതാണ്. അപ്പോൾ കാലിൽ കൂപ്പി നിൽക്കുന്നു. ബ്രീത്ത് ഇൻ. ഹസ്ത ഉത്ഥാനാസന. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. മുമ്പ് പറഞ്ഞ നടുവേദനക്കാരൊക്കെ ശ്രദ്ധിക്കണം. കാലിൽ പിടിച്ച് നെറ്റിമുട്ടിക്കുന്നു. പാദഹസ്താസനയാണ്. 1 2 3 4 5 6 7 8 9 10. കൈവിരലുകൾ കാൽവിരൽ നേരെ പതിച്ചു വെച്ച് ഇടത് കാൽ പിന്നോട്ട് പോകുന്നു. ജസ്റ്റ് മുകളിലേക്ക് നന്നായി വലിഞ്ഞ് അമർന്ന് നിൽക്കുന്നു. 1 2 3 4 5 6 7 8 9 10. ഇടത് കാലിനോടൊപ്പം വലത് കാൽ ചേർക്കുന്നു. 1 2 3 4 5 6 7 8 9 10. ഒരു പലക ചാരി വെച്ച പോലെയാണ് നിൽക്കുന്നത്. നോട്ട് ഒരു 3 അടി മുമ്പിലേക്ക് വരാം. കാലിലേക്ക് അമർന്നിരിക്കുന്നു. 1 2 3 4 5 6 7 8 9 10. നമസ്കാരം. ബ്രീത്ത് ഇൻ. ഭുജംഗാസന. 1 2 3 4 5 6 7 8 9 10. Breathe out. Parvadasana. 1 2 3 4 5 6 7 8 9 10.
വീണ്ടും ശശാങ്കാസന പോസ്റ്റിലേക്ക് മാക്സിമം അമർന്നിരിക്കുന്നു. 1 2 3 4 5 6 7 8 9 10. ഇടതുകാൽ കൈകളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. 1 2 3 4 5 6 7 8 9 10. അടുത്ത കാല് കൂടി കൊണ്ട് ചേർത്ത് കാൽമുട്ട് വളച്ച് നെറ്റിയതിലേക്ക് മുട്ടിൽ വെച്ചുകൊണ്ട് കാൽമുട്ടിനെ നിവർത്താൻ ശ്രമിച്ചാൽ ഈ ആസന എളുപ്പമാകും. 1 2 3 4 5 6 7 8 9 10. Breathe in. 1 2 3 4 5 6 7 8 9 10. നമസ്കാരം. സുസ്ഥാനം നിൽക്കാം. കാലൊക്കെ അകത്തി രണ്ട് കാലം ഒരേപോലെ ബലം കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അലൈൻമെന്റ് ഒക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് ശരീരത്തെ അറിഞ്ഞ് ആസ്വദിച്ച് നിൽക്കുക. സൂര്യനമസ്കാരം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആസ്വാദനം വളരെ സുഖകരമായിരിക്കും. നമ്മൾ ആദ്യം ചെയ്തപ്പോ വലതുകാൽ മാത്രം ഉപയോഗിച്ച് ചെയ്തപ്പോ ശരീരത്തെ വലതു ഭാഗം കൂടുതൽ ആക്ടിവേറ്റ് ആയതും ഇടത് ഭാഗത്തിന്റെ വ്യത്യാസവും അറിയാമായിരുന്നു. ഇപ്പോൾ രണ്ട് ഭാഗവും ഒരേപോലെ ആക്ടിവേറ്റ് ആയത് അറിയാൻ സാധിക്കും. അങ്ങനെ അറിഞ്ഞ് ആസ്വദിച്ച് സൂര്യനമസ്കാരം നമ്മൾ ഇത് കുറച്ചും കൂടി സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റും. അത് ശ്വാസത്തെ ശ്രദ്ധിക്കണം. എപ്പോഴും ഈ കാര്യങ്ങൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ ഏതൊരു പുതിയ ആളിനും ശ്വാസഗതി ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിൽ സൂര്യനമസ്കാരം പഠിപ്പിക്കുന്നത്. അത് നന്നായി ചെയ്താൽ നല്ല ഫലം ലഭിക്കുന്നതാണ്. ശരീരത്തിലെ മൂവബിൾ ആയിട്ടുള്ള 187 ജോയിന്റ്സിനെയും ചലിക്കുവാൻ ചലനമുണ്ടാക്കുവാൻ സൂര്യനമസ്കാര പരിശീലനത്തിന് സാധിക്കും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ശ്വാസഗതിയിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ നമുക്ക് മുഖ ധൗതി ചെയ്യാവുന്നതാണ്. കാൽമുട്ട് അല്പം വളച്ച് കൈകൾ ഇരു കൈമുട്ടുകളിലും കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. എന്നെ നോക്കി നിന്നോളൂ, എന്നെ കാണാനല്ല, നിങ്ങളുടെ ശരീരത്തെ പോസിഷൻ ശരിയാക്കാൻ വേണ്ടിയാണ്. മൂക്കിക്കൂടെ ശ്വാസം നിറയ്ക്കുക, വായ പൊളിച്ച് ശ്വാസത്തെ വെളിയിലേക്ക് വിടുക. വായ ക്ലോസ് ചെയ്ത് മൂക്കൂടെ എടുത്തിട്ട് വേണം വായ പൊളിച്ച് വിടാൻ. ഇനി 5 പ്രാവശ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാവ് വെളിയിലേക്ക് വരണം. ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ മൂക്കിൽ കൂടെ നിറച്ചിട്ട് വായ വെളിയിലേക്ക്, നാവ് വെളിയിലേക്ക്. അപ്പൊ ഉദരം വെളിയിലേക്ക് നന്നായി പോകുന്ന അറിയാൻ സാധിക്കും. ഉദരചലനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതും കൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നേരെ നിൽക്കുക, ഉദരത്തെ ചലിപ്പിക്കുക. പൊക്കിളിന് മുകളിൽ കൈവച്ചാൽ ഉദരചലനം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഉദര അകത്തേക്കും പുറത്തേക്കും ചലിക്കുമ്പോൾ ഡയഫ്രം കൂടിയാണ് ചലിക്കുന്നത്. ഡയഫ്രമാറ്റിക് മൂവ്മെന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഉദരം ചലിക്കണം. മുമ്പേ പറഞ്ഞ ഉദരമൊക്കെ ഇങ്ങനെ കയ്യിൽ കിട്ടണം. ഇത്രയൊക്കെ ഉദരം പോകാൻ പിന്നെ നിനക്ക് വയറൊക്കെ വന്നാൽ പോലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ സുഖമായിട്ട് ഉദരചലനം കൂടി ഉണ്ടാകണം. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ഒരു റിലാക്സേഷൻ കൂടി ചെയ്തതിനു ശേഷമാണ് പ്രാണായാമത്തിലേക്ക് പോകുന്നത്. നമ്മുടെ സമയം ഒത്തിരി നീളാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കുള്ളൊരു റിലാക്സേഷൻ ഒഴിവാക്കിക്കൊണ്ട് പ്രാണായാമ പരിശീലനത്തിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസന സ്ഥിരത വന്ന ആളിനെ വേണം പ്രാണായാമം പഠിപ്പിക്കാനെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ അത്രയും ദൈർഘ്യത്തോടു കൂടി പങ്കെടുക്കുന്നവർ കുറവാണ്. കുറച്ചു കാലം വരും, കുറച്ച് ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു പോകണം എന്നുള്ളവരാണ് വരുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നിരന്തര പരിശീലനം ഉണ്ടാകും. പലർക്കും മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗുരുപരമ്പരയുടെ കൂടി അനുഭവത്തോടും അനുഗ്രഹത്തോടും കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. 1978 തൊട്ട് ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2019 ഞാൻ സ്ഥിരമായി ക്ലാസ് നടത്തുന്നുണ്ട്. രോഗികളും വൃദ്ധരും ചെറുപ്പക്കാരും ചെറിയ കുട്ടികളും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. യുവാവാകട്ടെ, വൃദ്ധനാകട്ടെ, അതിവൃദ്ധനാകട്ടെ, രോഗിയാകട്ടെ, ആർക്കും പഠിക്കാമെന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എൻ്റെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് മാത്രമല്ല, ധാരാളം പേർ സുഖം പ്രാപിക്കുകയും മരുന്നുകൾ ഉപേക്ഷിച്ച് സീറോ മെഡിക്കൽ ബില്ലുമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ ശാസ്ത്രം നിങ്ങളെയും പഠിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിത്യേന നിങ്ങൾ പരിശീലിക്കുക. ക്ലാസ്സുകളിൽ വരിക തന്നെ വേണം. ഇപ്പോൾ ഒരു ഒത്തിരി ആസനങ്ങളുണ്ട്. 84 ലക്ഷം ആസനങ്ങളുണ്ട്. 54 ആസനങ്ങൾ പ്രധാനമായി പറയുന്നുണ്ട്. 25 ആസനങ്ങളാണ് പ്രധാനം പഠിപ്പിക്കുക. എല്ലാ ആസനവും എല്ലാവർക്കും വഴങ്ങണമെന്നില്ല. എങ്കിൽ പോലും ഓരോ ആസനത്തിനും അതിൻ്റെ പ്രയോജനമുണ്ട്. ശരീര വഴക്കം വളരെ പ്രധാനമാണ്. കൈകളെ ഇങ്ങനെ കോർത്തു പിടിക്കാൻ പലർക്കും സാധിക്കാറില്ല. ഞാൻ തിരിഞ്ഞു നിന്ന് കാണിക്കാം.
ഒരു വളരെ ശരീരം വഴക്കം അറിയുന്നതിന് സഹായിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ കൈകൾ കോർത്ത് പിടിക്കുക. പലർക്കും കൈ മുട്ടുമെങ്കിൽ മറുവശം മുട്ടാറ് പോലില്ല, ഇങ്ങനെ നിൽക്കും. അവിടെയും ഇതിങ്ങനെ ശരിയാക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കൈകളെ ഇങ്ങനെ പിടിക്കാൻ പലർക്കും സാധിക്കാറില്ല. കൈകൾ ഇങ്ങനെ പിടിച്ചാൽ പലർക്കും ഇത്രയും വരില്ല, ക്രമേണ വരുത്തേണ്ടതാണ്. കൈകളെ ഇങ്ങനെ കൂപ്പി പിടിച്ച് ഒന്ന് തിരിക്കുവാൻ പലർക്കും സാധിക്കാറില്ല. റിവേഴ്സ് നമസ്കാര അല്ലെങ്കിൽ വായുവാമനാസന, ഇതുപോലെ നിരവധി ആസനങ്ങളാണുള്ളത്. ഇവയെല്ലാം ചെയ്യുവാൻ സഹായിക്കുന്ന ലൂസണിങ് എക്സസൈസുകളും ഇടയ്ക്കിടയ്ക്ക് പരിശീലനങ്ങളും ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകളും ഒക്കെ നടത്തിയിട്ടാണ് നമ്മുടെ ക്ലാസ് പോവുക. അപ്പോൾ വജ്രാസനം ഇരുന്നുകൊണ്ട് നമുക്ക് സൂര്യനമസ്കാരം ചെയ്യാം. തീരെ സാധിക്കാത്തവർക്ക് കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. ഒരു കാര്യത്തിൽ നമ്മൾ വാശിയൊന്നും പിടിക്കാറില്ല. നിങ്ങൾക്കിത് പ്രയോജനപ്പെടണമെന്ന് ഒറ്റ ചിന്തയോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും, ഇങ്ങനെ ഇരിക്കുക. അതല്ലെങ്കിൽ പത്മാസനം ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം ഉണ്ടാകാം, അവർക്ക് പത്മാസനം ഇരിക്കാം. അതൊന്നും അല്ലെങ്കിൽ നമ്മൾ പറയാം ചമ്മരം മടഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ ഇരിക്കാം. അതിന് ഒരു കാലിന് മുമ്പിലേക്ക് ഒരു കാലിങ്ങനെ വെച്ചിരിക്കാം. എന്തായാലും മുട്ടുകൾ താഴേക്ക് വന്നിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മൂലാധാരം, ശരിക്കും മൂലാധാരം ജനനേന്ദ്രത്തിനും മലദ്വാരത്തിനും ഇടയ്ക്കുള്ള ഭാഗമാണ്. അത് ഉള്ളിലേക്ക് ഉയർന്നിരിക്കുന്ന സഹായിക്കുന്ന ഒരു ആസനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം ചെയ്യുക സെക്ഷണൽ ബ്രീത്തിങ് എന്ന് പറയുന്ന കാര്യമാണ് ചെയ്യുന്നത്. ശ്വാസകോശത്തിന്റെ എല്ലാ അറകളെയും സജീവമാക്കുന്ന ഒരു ശ്വസന രീതിയാണത് വിഭാഗീയ ശ്വസനം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ചെയ്താൽ ശ്വാസകോശങ്ങളുടെ എല്ലാ അറകളും സജീവമാകുമെന്ന ഗുണമുണ്ട്. കൈകൾ ചിന്മുദ്രയിലാണ് ഇരിക്കുന്നത്. പെരുവിരലും ചെറുവിരലും ചേർത്ത് പിടിക്കുന്നതിനെയാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു വട്ടം പോലെ കാണാൻ സാധിക്കും. ഇങ്ങനെ കണ്ണി വെച്ച് ഇങ്ങനെ നോക്കുന്ന പോലെ അങ്ങനെയാണ് ഇരിക്കുന്നത്. മറ്റു വിരലുകൾ നിവർന്നിരിക്കും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉദരം ബജ്ജുകയും ശ്വാസം വിടുമ്പോൾ ഉദരം ഉള്ളിലേക്ക് പോവുകയും ചെയ്യണം. ഒരു 4-5 പ്രാവശ്യം ഈ അബ്ഡോമിനൽ ബ്രീത്തിങ് നമ്മൾ ചെയ്ത് ശീലിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ചിന്മയി മുദ്ര. ഈ 3 വിരലുകളെ മടക്കി പിടിക്കുമ്പോൾ ചിന്മയി മുദ്രയായി. പെരുവിരലിനും ചെറുവിരലിനും ചൂണ്ടുവിരലിനും മാറ്റമില്ല. മധ്യഭാഗത്തെ വീർപ്പിക്കലാണ് ചെയ്യുന്നത്. ശ്വാസം വിടുമ്പോൾ സാവധാനം ഉദരം ഉള്ളിലേക്ക് വിട്ടുകൊടുക്കണം. ആദിമുദ്ര. പെരുവിരലിനെ മറ്റു വിരലുകൾ കൊണ്ട് മൂടി പിടിക്കുമ്പോൾ ആദിമുദ്രയായി. ക്ലാവിക്കുലർ ബ്രീത്തിങ്. ഷോൾഡറൊപ്പം പുറകോട്ടും മുകളിലേക്കും ശ്വാസം നിറയ്ക്കുമ്പോൾ എടുക്കുന്നു. ശ്വാസം വിടുമ്പോൾ മുഴുവൻ ശ്വാസത്തിലേക്ക് വിടുന്നു. മുദ്രയിൽ ബലം പാടില്ല. മുഖത്ത് പുഞ്ചിരി സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ പാടുള്ളൂ. മുഖമൊന്നും വലിഞ്ഞു മുറുകരുത്. ഈ മുദ്രയെ നാഭി പ്രദേശത്തേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ആദ്യ മുദ്രയായി. കൈയുടെ മോട്ടയുടെ ഭാഗം ചേർന്ന് നാഭി പ്രദേശത്ത്. ഈ ചെയ്ത 3 കാര്യങ്ങൾ ഒന്ന് ചെയ്യുന്നു. അബ്ഡോമിനൽ ബ്രീത്തിങ്, thoracic ബ്രീത്തിങ്, ക്ലാവിക്കുലർ ബ്രീത്തിങ്. ഞാൻ പറഞ്ഞു ക്ലാവിക്കിൾ ഭാഗം വരെയും ഡയഫ്രം വരെയുമുള്ള കോണിക്കൽ ഷേപ്പിലുള്ള ശ്വാസകോശത്തിന് വലതുഭാഗത്ത് 3 അറയും ഇടതുഭാഗത്ത് 2 അറയുമാണുള്ളത്. ഈ എല്ലാ അറകളെയും സജീവമാക്കുന്നതാണ് ഈ പ്രാണായാമം, ഈ സെക്ഷൻ ബ്രീത്തിങ്. ആദ്യം ചെയ്തത് അബ്ഡോമിനൽ ബ്രീത്തിങ്ങും thoracic ബ്രീത്തിങ്ങും ക്ലാവിക്കുലർ ബ്രീത്തിങ്ങും ആണെങ്കിൽ ബ്രഹ്മമുദ്രയിൽ ചെയ്യുന്നതിനെ ഫുൾ യോഗിക് ബ്രീത്തിങ് എന്നാണ് പറയുക. അപ്പോൾ ശ്വാസം നിറയ്ക്കുമ്പോൾ ഉദരം ബൾജ് ചെയ്യുന്നു, മധ്യഭാഗം നിറയുന്നു, തോളുകളെ പുറകോട്ട് പോകുന്നു മുകളിലേക്കും. ശ്വാസം വിടുമ്പോൾ ഉദരം ഉള്ളിലേക്ക് പോയി മിഡിൽ ലോബിൽ നിന്ന് വിട്ട് അപ്പർ ലോബിൽ നിന്ന് വിട്ട് മുഴുവൻ ശ്വാസം വെളിയിലേക്ക്. ബ്രീത്ത് ഇൻ, സാവധാനം ഫുൾ യോഗിക് ബ്രീത്തിങ്. ക്രമേണ അതിൻ്റെ എണ്ണമൊക്കെ കൂട്ടി ചെയ്യാവുന്നതാണ്. നമ്മൾ ക്ലാസ്സിൻ്റെ പരിമിതി നിന്നുകൊണ്ട് എണ്ണം കുറച്ചാണ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്നത് കപാലഭാതി എന്ന ക്രിയയാണ്. ഷഡ്ക്രിയകളിലൊന്നാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, കണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ത്രാടകയെ പറ്റി പറഞ്ഞു. മറ്റൊരു ക്രിയയാണ് കപാലഭാതി. ഫോഴ്സ്ഫുൾ എക്സലേഷൻ ആണ്, പാസീവ് ഇൻഹലേഷൻ ആണ്. ഇപ്പോൾ ശ്വാസത്തെ ശക്തമായ വെളിയിലേക്ക് വിടലും സ്വാഭാവികമായ ഉള്ളിലേക്ക് നിറയുന്നത് സംഭവിച്ചോളും. ഉദരം നന്നായിട്ട് അകത്തേക്കും പുറത്തേക്കും ചലിക്കണം. ഇത് കഫമാലിന്യങ്ങളെ പുറത്തു കളയുവാനും മുഖത്തിന് കൂടി തിളക്കം നൽകുവാനും ശ്വാസകോശത്തെ സജീവമാക്കാൻ സഹായിക്കുന്ന ക്രിയകളിൽ ഒന്നാണ് ഫോഴ്സ്ഫുൾ ഇൻഹലേഷനോട് കൂടി ചെയ്യുന്ന കപാലഭാതി. ഉദരം ചലിക്കണം.
കണ്ടാൽ അറിയാൻ സാധിക്കും ഉദരത്തിൽ ചലനം. ഈ വാരിയല്ലുകളിൽ നിന്ന് താഴേക്കുള്ള ആ ഭാഗം മുഴുവൻ അകത്തേക്കും പുറത്തേക്കും ചലിക്കുന്നുണ്ടാവും. തുടക്കക്കാർ 10 പ്രാവശ്യം ചെയ്താൽ മതിയാകും. ക്രമേണ നമുക്ക് നമ്പർ കൂട്ടി ചെയ്യാവുന്നതാണ്. കപാലഭാതി ക്രിയ ചെയ്യുമ്പോൾ ചിലപ്പോൾ തലകറക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതൽ ചെയ്താൽ. അതുകൊണ്ട് തുടക്കത്തിൽ പതുക്കെ മാത്രം ചെയ്യാം. ഇവിടെ മാറലിനെ പറ്റി ഞാൻ പറഞ്ഞു. ക്ലാവിക്ലാപ്പോൺ ബന്ധിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്ന വാരിയല്ലുകളുമായി ബന്ധപ്പെട്ട ഈ നെഞ്ചിൻ കൂട്, അതിലെ ഈ ഡയഫ്രം എന്ന് പറയുന്ന ഉരസിനെയും ഉദരത്തെയും വേർതിരിച്ചുകൊണ്ടുള്ള സ്ഥലമുണ്ട്. അതിനെ തുളച്ചുകൊണ്ടാണ് നമ്മുടെ അന്നനാളം കടന്നു പോകുന്നത്. അപ്പോൾ ആ അന്നനാളത്തിന്റെ ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗത്ത് മുഴുവൻ വികസിക്കത്തക്കവണ്ണമാണ് ശ്വാസകോശത്തെ ഘടിപ്പിച്ചിരിക്കുന്നത്. ആ ഡയഫ്രം ബന്ധിച്ചിരിക്കുന്നത് ഈ മാറൽ എന്ന് പറയുന്ന സ്റ്റേർണത്തോടാണ്. അപ്പൊ അതിന്റെ ചലനം ശ്വാസകോശങ്ങളുടെ പൂർണ്ണമായ വികാസത്തിന് കാരണമാകും. അങ്ങനെ സംഭവിക്കുന്നതാണ് കപാലഭാതിയിൽ. അതുകൊണ്ട് കൃത്യമായി ചെയ്താൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ഭസ്ത്രിക എന്ന പ്രാണായാമമാണ്. ഭസ്ത്രിക എന്ന ഉല എന്നാണ് അർത്ഥം. ഉരസിനെ ഉല പോലെ ചലിപ്പിക്കലാണ് ചെയ്യുന്നത്. തോളുകളെ മുകളിലേക്കും താഴേക്കും ഉയർത്തി ചെയ്യുന്ന ഭസ്ത്രിക പ്രാണായാമമാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ളത്. പിന്നീട് മറ്റൊരു രീതിയും പഠിച്ചിട്ടുണ്ട്. രണ്ടും ഇവിടെ പരിചയപ്പെടുത്തുന്നു. 1 breathe in, breathe out. 2 3 4. അപ്പോൾ തുടക്കത്തിൽ 10 പ്രാവശ്യമൊക്കെ ചെയ്യാം. പിന്നെ നമ്പർ കൂട്ടി ചെയ്യാം. ഇതേ കാര്യം തന്നെ കൈ ഉയർത്തി ചെയ്താൽ ഫലപ്രദമാണെന്ന് തോന്നുന്നത് കൊണ്ട് അതുകൂടി കാണിച്ചു തരുന്നു. 1 ഇത് മറ്റേ സിസ്റ്റത്തിലൊക്കെ കാണിക്കുന്നത് കൊണ്ട് അത് കണ്ടപ്പോൾ അനുകരിക്കുകയും ചെയ്തപ്പോൾ ഗംഭീരമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ്. മറ്റു പല രീതിയിൽ ഞാനത് പഠിച്ചിട്ടുണ്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ പതുക്കെ എൻ്റെ നമ്പർ കൂട്ടി സാവധാനം അവസാനിപ്പിക്കണം. ഈ ചലനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഉല പോലെ ചലിക്കത്തക്കവണ്ണമാണ് ശരീരത്തിന്റെ ഉരസിനെ ഫിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. അപ്പോൾ അതിന്റെ ഘടനയൊക്കെ വിശദമായി നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അതേപോലെ ആസ്തമയും യോഗയും എന്ന നമ്മുടെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരീരഘടന പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ കൂടി ഒന്ന് കണ്ടിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രശ്നനിലയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം കുഴപ്പമുള്ളവരുണ്ടെങ്കിൽ അത് നോർമലാക്കാൻ സഹായിക്കുന്ന ഒരു വാട്ടർഫോൾ മെഡിറ്റേഷൻ, ഇത് പുസ്തകങ്ങളിൽ കണ്ടുപഠിച്ചതല്ല, യാത്രക്കിടയിൽ ഒരാൾ നൽകിയ ഒരു ചെറിയ ടിപ്പാണ്. ചെയ്തു നോക്കിയപ്പോൾ പ്രശ്നം നോർമലാക്കാൻ വളരെ നല്ലതാണെന്ന് തോന്നുന്നത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കൈകൾ കൊണ്ട് കാറ്റിന്റെ ഇരമ്പം. കാറ്റല്ല കിട്ടേണ്ടത്, കാറ്റിന്റെ ഇരമ്പമാണ്. ചെവിയിൽ കൈ ചേർത്ത് വെച്ച് ഇങ്ങനെ അനക്കുന്ന സമയത്ത് അത് കിട്ടുന്നുണ്ടാവും. വാട്ടർഫോൾ മെഡിറ്റേഷൻ എന്നാണ് പറയുക. വാട്ടർഫോൾ എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പം, കടലിന്റെ ഇരമ്പം ചെവിയിൽ സൃഷ്ടിക്കലാണ് ചെയ്യുന്നത്. നല്ല ഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മളിത് പ്രഷർ അളന്ന് നോക്കുന്നതിന് മുമ്പും പിമ്പും പ്രഷർ നോർമലാക്കാൻ സഹായിക്കുന്നതാണ്. 30 സെക്കൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതൽ സമയം ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ 30 സെക്കൻഡ് ചെയ്താൽ മതിയാവും. പെട്ടെന്ന് പ്രസ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് കൈകളെ അകത്തേക്ക് വലിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. നല്ല സുഖകരമായ ഒരു അനുഭവമാണ്. കൃത്യമായി ചെയ്താൽ നന്നായിരിക്കും. ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഭ്രാമരി എന്ന പ്രാണായാമമാണ്. ഭ്രമരം ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിനോട് ചെയ്തിട്ടുള്ളതാണ്. കൈകൾ കൊണ്ട് പെരുകൾ കൊണ്ട് ചെറിയ ഈ അടപ്പിനെ ക്ലോസ് ചെയ്ത് നാവിനെ അല്പം മുകളിലേക്ക് മുട്ടിച്ചു വെച്ച് മുഖത്ത് പുഞ്ചിരി സൂക്ഷിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ദീർഘമായി ശ്വാസം നിറച്ച് മൂളിക്കൊണ്ട് വണ്ട് മൂളും പോലെ മൂളിക്കൊണ്ട് ശ്വാസം വെളിയിലേക്ക് വിടലാണ് ഭ്രാമരിയിൽ ചെയ്യുക. അവസാന ഘട്ടമാകുമ്പോഴേക്കും ഉദര വെളിയിലേക്ക് പോയി മുഴുവൻ ശ്വാസവും വെളിയിലേക്ക് വിട്ടാൽ ദീർഘസമയം മൂളൽ നിലനിൽക്കും. അപ്പോൾ പതുക്കെ തുടങ്ങി ഉച്ചസ്ഥായിലെത്തി സാവധാനം അവസാനിക്കും വിധമാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധയോടെ ചെയ്യാവുന്നതാണ്. നമുക്ക് മുഖത്ത് പുഞ്ചിരി സൂക്ഷിക്കണം, കണ്ണടച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് അല്പസമയം കണ്ണടച്ച് ചെവിയിലേക്ക് ശിരസിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യണം. നോക്കാം നമുക്ക്. ബ്രീത്ത് ഇൻ,
കൈകൾ മാറ്റി കണ്ണടച്ച് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ 3 പ്രാവശ്യമാണ് നമ്മൾ ചെയ്തത്. കൂടുതൽ സമയമൊക്കെ ചെയ്യാം. കുറേശ്ശെ നമ്മൾ കൂട്ടിയൊക്കെ ചെയ്ത് ആസ്വദിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചിരിക്കൂ. അവിടെ വലിയ തൃശ്ശൂർ പൂരം നടക്കുന്നതാകും. ഒരു പഞ്ചാരി മേളം തന്നെ. ശബ്ദരഹിതമായ തൃശ്ശൂർ വെടിക്കെട്ട് നിങ്ങൾ ആസ്വദിച്ച് നോക്കൂ. നിങ്ങളുടെ ശിരസ് മസ്തിഷ്കം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ വലിയൊരു ലോകമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അവയെ സജീവമാക്കുവാനും അവിടെ ഉണ്ടാകുന്ന നാഡീകോശങ്ങളുടെ കോടാനുകോടി കോശങ്ങളിലേക്ക് എത്തിക്കുവാനും ഉള്ള സംവിധാനമുണ്ട്. നിത്യപരിശീലനം നടത്തിയാൽ നിങ്ങളുടെ ഓരോ കോശവും സജീവമാവുകയും അതുവഴി നിങ്ങൾക്ക് ദീർഘസമയം നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കാനാവുകയും ചെയ്യും. അതോടൊപ്പം പ്രാണായാമ പരിശീലനം വഴി നിങ്ങളുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരകലകളിലേക്ക് കോശങ്ങളിലേക്ക് എത്തുകയും അവയെ സജീവമാക്കുകയും ചെയ്യുക വഴി നിങ്ങൾക്ക് ക്ഷീണം കൂടാതെ ഒരു ദിവസം നന്നായി പ്രവർത്തിയെടുക്കുവാൻ സാധിക്കും. എല്ലാ തരത്തിലും നിങ്ങളെ ഉന്മേഷവാനാക്കുന്ന യോഗ നിത്യേന ചെയ്ത് ശീലിക്കേണ്ടതാണ്. അനുലോമ വിലോമ പ്രാണായാമം കൂടി നമുക്ക് ചെയ്തുകൊണ്ട് ഒരു ശവാസനം ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കാം. വലത് കൈയിലെ 2 വിരലുകൾ ചൂണ്ടുവിരലും നടുവിരലും മടക്കി പിടിക്കുകയും വലത് കൈയുടെ പെരുവിരലും മോതിരവിരലും ചെറുവിരലും നിവർത്തി പിടിക്കുകയും ചെയ്യുന്നു. ബലമൊന്നും കൊടുക്കാൻ പാടില്ല. വലത് കൈയുടെ പെരുവിരൽ കൊണ്ട് വലതു നാസികയെ തൊടുക. ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ച് വളച്ചു കളയും. തുടർച്ച മാംസളമായ ഭാഗത്ത് വിരൽ വെച്ചാൽ മാത്രം മതിയാകും. അത് പതുക്കെ മൂക്ക് അടയ്ക്കാൻ സഹായിക്കും. ഇടത് മൂക്കിൽ കൂടെ സാവധാനം ശ്വാസത്തെ പരമാവധി ഉള്ളിലേക്ക് നിറയ്ക്കുക. ശ്വാസകോശങ്ങൾ നിറയുന്നത് ഭാവന ചെയ്തുകൊണ്ട് നിറയ്ക്കുക. ശ്വാസകോശങ്ങൾ നിറഞ്ഞെന്ന് ബോധ്യമായാൽ ഹോൾഡ് ചെയ്യാതെ ഇടത് മൂക്കിനെ വലത് കൈയുടെ 2 വിരലുകൾ നിവർത്തി പിടിച്ചിരിക്കുന്ന മോതിരവിരലും ചെറുവിരലും കൊണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് വലത് മൂക്കിൽ കൂടെ ശ്വാസത്തെ വെളിയിലേക്ക് സാവധാനം വിടുക. മുഴുവൻ ശ്വാസം വെളിയിലേക്ക് പോകട്ടെ. എടുത്തതിന്റെ ഇരട്ടി സമയം കൊണ്ട് വിടുന്നു. വലത് മൂക്കിൽ കൂടെ സാവധാനം ശ്വാസം നിറയ്ക്കുന്നു. വലത് മൂക്കിനെ വലത് കൈയുടെ പെരുവിരൽ കൊണ്ട് അടയ്ക്കുകയും തൊടുകയും ഞാൻ വീണ്ടും തൊടുകയും ഇടത് മൂക്കിൽ കൂടെ ശ്വാസത്തെ വെളിയിലേക്ക് വിടുകയും ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമായി. ഇതാണ് അനുലോമ വിലോമ പ്രാണായാമ പ്രാഥമികമായി നമുക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വലത് മൂക്കിനെ ക്ലോസ് ചെയ്യുന്നു. ഇടത് മൂക്കിൽ കൂടെ നിറയ്ക്കുന്നു. നിറഞ്ഞു കഴിഞ്ഞാൽ വലത് മൂക്കിൽ കൂടെ ശ്വാസത്തെ വെളിയിലേക്ക് വിടുന്നു. മുഴുവൻ ശ്വാസം പോയി കഴിഞ്ഞാൽ വലത് മൂക്കിൽ കൂടെ വീണ്ടും നിറയ്ക്കുന്നു. നിറച്ചു കഴിഞ്ഞാൽ വലത് മൂക്കിനെ ക്ലോസ് ചെയ്ത് ഇടത് മൂക്കിൽ കൂടെ വിടുന്നു. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നു. രണ്ടാമത് ചെയ്യുമ്പോൾ ഇടത് മൂക്കിൽ കൂടെ വീണ്ടും നിറയ്ക്കുന്നു. ഇടത് മൂക്കിനെ ക്ലോസ് ചെയ്ത് വലത് മൂക്കിൽ കൂടെ വിടുന്നു. വലത് മൂക്കിൽ കൂടെ വീണ്ടും നിറയ്ക്കുന്നു. വലത് മൂക്കിനെ ക്ലോസ് ചെയ്യുന്നു. ഇടത് മൂക്കിൽ കൂടെ വിടുന്നു. മൂന്നാമത് വീണ്ടും ഇടത് മൂക്കിൽ കൂടെ നിറയ്ക്കുന്നു. വീണ്ടും വലത് മൂക്കിൽ കൂടെ നിറയ്ക്കുന്നു. ഇടത് മൂക്കിൽ കൂടെ വിടുന്നു. നാലാമത് വീണ്ടും ഇടത് മൂക്കിലൂടെ നിറയുന്നു. ഇടത് മൂക്കിനെ ക്ലോസ് ചെയ്യുന്നു. വലത് മൂക്കിൽ കൂടെ വിടുന്നു. വലത് മൂക്കിലൂടെ വീണ്ടും നിറയ്ക്കുന്നു. വലത് മൂക്കിനെ ക്ലോസ് ചെയ്യുന്നു. ഇടത് മൂക്കിൽ കൂടെ വിടുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി. സ്വസ്ഥമായിരിക്കുക. ശ്വാസഗതി വളരെ സാവധാനമായിട്ടുണ്ടാകും. എല്ലാ ദിവസവും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഇടത് മൂക്കിലെയും വലത് മൂക്കിലെയും ശ്വാസഗതി ഒരുപോലെ ആയിരിക്കില്ല. ഇത് രണ്ടിനെയും ഒരേപോലെയാക്കുവാൻ അനുലോമ വിലോമ പ്രാണായാമം എന്ന പ്രാണായാമം ഉപകരിക്കും. ബാലൻസിങ് പ്രാണായാമ എന്നും നമ്മുടെ യൂണിവേഴ്സിറ്റി ബുക്കിൽ പറയുന്നുണ്ട്. നിത്യപരിശീലനം വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കും മുമ്പ് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കഴുത്തൽപ്പം പുറകോട്ട് കൊണ്ടുപോകുന്നു. ശ്വാസം വിടുന്നതോടൊപ്പം താടിയിലേക്ക് കൊണ്ടുവന്ന് നെഞ്ചിലേക്ക് കൊണ്ട് താടി പൊട്ടിക്കുമ്പോൾ ഉദരത്തെയും മലദ്വാരത്തെയും ഉള്ളിലേക്ക് വലിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് നിറച്ചുകൊണ്ട് താടി ഉയർത്തുമ്പോൾ ഉദരത്തെയും മലദ്വാരത്തെയും റിലീസ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ചെയ്യാം. പൊക്കിളിന്റെ ഭാഗം വെച്ച് ഉള്ളിലേക്ക് പോയിട്ട് മടങ്ങണം.
എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് പിന്നീട് ക്ലാസ്സിൽ തന്നെ പറയേണ്ടതുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ യോഗയുടെ ആസന പാർട്ട്, പ്രാണായാമ പാർട്ട് അവസാനിക്കുന്നു. നമ്മൾ ശവാസനയിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ സാധാരണ എടുക്കുക. 1 മണിക്കൂർ ക്ലാസ് അവസാനിപ്പിക്കാറുണ്ട്. അപ്പോൾ സൂര്യനമസ്കാരം മാത്രമേ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ആസന മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് പരിചയപ്പെടുത്തിയത്. നമുക്ക് പ്രാണായാമം ഇപ്പോൾ ശവാസന, കൈകാലുകൾ അകത്തി മറന്നു കിടക്കുക, കൈകാലുകൾ അകത്തി വെക്കുക, ഭൂമിയിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരീരത്തെ പൂർണ്ണമായി അയച്ചിടുക. തുടകൾ പരസ്പരം കൂട്ടിമുട്ടാൻ പാടില്ല. കൈയുടെ ബൈസെപ്സ് മസിൽസ് ശരീരത്തിൽ മുട്ടാൻ പാടില്ല. ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിവർത്തി വേണം കിടക്കുവാൻ. ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ഓരോരോ ശരീര അവയവങ്ങളെയും അയച്ചിട്ട് വിശ്രമിക്കുക. ഭാരമില്ലായ്മ അറിയുക, അനുഭവിക്കുക, ആസ്വദിക്കുക. ശ്രദ്ധ ഉദരഭാഗത്തേക്ക്. ശ്വാസങ്ങളിലേക്ക് എടുക്കുമ്പോൾ ഉദരം ഉയരുകയും ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ ഉദരം താഴേക്ക് പോവുകയും ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക. Purging and sinking of your abdomen, concentrate to the abdominal portion. ശ്രദ്ധ പുരിയമധ്യത്തിലേക്ക് കൊണ്ടുവരിക. പുരിയമധ്യത്തിലായി ഒരു നീല ജ്വാല ഉള്ളതായി സങ്കല്പിക്കുക. ജ്വാലയുടെ വലിപ്പം കൂടി വരുന്ന അറിയുക. ശ്രദ്ധ പുരിയമധ്യത്തിലായിരിക്കട്ടെ, ആജ്ഞാചക്രത്തിലായിരിക്കട്ടെ. വളരെ അകലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ശബ്ദത്തിന്റെ സോഴ്സിലേക്ക് ശ്രദ്ധിക്കുക. ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് ശ്രദ്ധിക്കുക. വളരെ അടുത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഹൃദയതാളം കേൾക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. ശ്വാസഗതിയെയും ശ്രദ്ധിക്കുക. കൈകാലുകൾ ചേർത്ത് വയ്ക്കുക. കാലിന്റെ വിരലുകൾ ചേർത്ത് കൈകൾ ചുരുട്ടി ശരീരത്തോട് ചേർത്ത് വെച്ച് നന്നായി ടൈറ്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ പറയുന്നതനുസരിച്ച് ടൈറ്റ് ചെയ്യണം. ശ്രദ്ധ കാൽവിരലിലേക്ക്. ടെൻഡർ ടോസ്, ടെൻഡർ ആങ്കിൾ ജോയിന്റ്സ്, ടെൻഡർ കാഫ് മസിൽസ്, ടെൻഡർ നീ ജോയിന്റ്സ്, നീ ക്യാപ്, ടെൻഡർ തൈ മസിൽസ്, ടെൻഡർ വേസ്റ്റ് റീജിയൻ, ടെൻഡർ ഹിപ്പ് ജോയിന്റ്സ്, ടെൻഡർ ബട്ടക്, ടെൻഡർ അബ്ഡോമിനൽ മസിൽസ്, ടെൻഡർ thoracic region, ടെൻഡർ shoulder joints, tender upper arm, tender elbows, tender forearm, tender wrist, palms, fingers, and lower part of the body, tender vertebral column, tender spinal cord, tender neck muscles, tender chin, tender lower jaw, tender gums, teeth, tongue, tender cheeks, tender ears, tender nose, tender eyeballs, eyelids, eyebrows, tender forehead, and upper part of the head, and lower part of the head. Tighten, release and relax. കൈകൾ അകത്ത് വയ്ക്കുക. കൈകൾ മണത്ത് വെക്കുക. മുഴുവൻ ശരീരവും അയച്ചിടുക. ഭൂമിയിൽ സ്പർശിച്ചിരിക്കുന്ന ശരീരഭാഗങ്ങളേക്ക് ഒന്ന് അനക്കി ശരീരത്തിന്റെ ഭാരം നഷ്ടപ്പെട്ട് കിടക്കുക. ശ്രദ്ധ കാൽവിരലുകളിലേക്ക്. കാൽവിരലുകളെ പൂർണ്ണമായി വിശ്രമിക്കാൻ അനുവദിക്കുക. കാൽപാദങ്ങൾ വിശ്രമിക്കട്ടെ. കാൽക്കുഴകൾ വിശ്രമത്തിലാണ്. കാൽവണ്ണയിലെ പേശികളെ അയച്ചിടുക. കാൽമുട്ടുകൾ വിശ്രമിക്കട്ടെ. കാൽമുട്ട് വേദനയൊക്കെ പരിഹരിക്കുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക. തുടയിലെ പേശികളെ അയച്ചിടുക. അരക്കെട്ട് പൂർണ്ണമായി വിശ്രമിക്കുകയാണ്. ഹിപ്പ് ജോയിന്റ്സ്,
പുൽപ്പല്ലുകൾ വിശ്രമത്തിലാണ്. നിതംബ പേശികളെയും അയച്ചിടുക. ജനനേന്ദ്രിയം, മലദ്വാരം, അവിടേക്ക് രക്തപ്രവാഹം വർദ്ധിക്കുന്നതും അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതുമായി സങ്കല്പിക്കുക. അരയ്ക്ക് താഴേക്കുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. ആ ശരീരാവയവങ്ങളിൽ നിന്ന് മനസ്സിനെ പൂർണ്ണമായി പിൻവലിക്കുക. ശ്രദ്ധ ഉദരഭാഗത്തേക്ക്. ഉദരപേശികളെ അയച്ചിടുക. ഉദരാവയവങ്ങളെല്ലാം വിശ്രമിക്കട്ടെ. വാരിയല്ലുകൾ, അതുമായി ബന്ധപ്പെട്ട പേശികളെല്ലാം വിശ്രമിക്കട്ടെ. ഹൃദയവും ശ്വാസകോശവും വിശ്രമത്തിലാണ്. തോളുകളും തോൾക്കുഴകളും വിശ്രമത്തിലാണ്. കൈയുടെ മുകൾ ഭാഗം വിശ്രമിക്കുകയാണ്. കൈമുട്ടുകൾ വിശ്രമത്തിലാണ്. കൈത്തണ്ടയിലെ പേശികളെ അയച്ചിടുക. കൈക്കുഴകൾ, കൈപ്പത്തികൾ, കൈവിരലുകളെല്ലാം വിശ്രമിക്കട്ടെ. ലോവർ പാർട്ട് ഓഫ് ദ ബോഡി, പുറത്തെ പേശികളെ അയച്ചിടുക. പുറം വേദന പരിഹരിക്കപ്പെടട്ടെ. വെർട്ടിബ്രൽ കോളം, ഓരോ വെർട്ടിബ്രയും അയഞ്ഞു വിശ്രമിക്കട്ടെ. നടുവേദനക്കാരുടെ നടുവേദനയൊക്കെ പരിഹരിക്കപ്പെട്ട്, തോൾവേദന പരിഹരിക്കപ്പെട്ട്, ഡിസ്ക് പ്രൊലാപ്സ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡിയും വിശ്രമത്തിലാണ്. കഴുത്തിന് താഴേക്കുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായി വിശ്രമിക്കുകയാണ്. ആ ശരീരാവയവങ്ങളിൽ നിന്ന് മനസ്സിനെ പൂർണ്ണമായി പിൻവലിക്കുക. ശ്രദ്ധ കഴുത്തിന്റെ ഭാഗത്തേക്ക്. കഴുത്തിലെ പേശികൾ അയഞ്ഞിട്ട് വിശ്രമിക്കട്ടെ. കഴുത്ത് വേദന, സ്പോണ്ടിലോസിസ്, സ്പോണ്ടിലൈറ്റിസ് ഒക്കെ പരിഹരിക്കപ്പെടട്ടെ. തൈറോയ്ഡ് ഗ്രന്ഥിയും സജീവമാകട്ടെ. തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ. കീഴ്ത്താടി പൂർണ്ണമായി വിശ്രമിക്കുകയാണ്. മോണകൾ, പല്ലുകൾ, നാവ്, വായുടെ ഉത്ഭാഗം ഒക്കെ വിശ്രമത്തിലാണ്. ദന്തരോഗങ്ങളും നാവിലുള്ള രോഗങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടട്ടെ. കവിളിലെ പേശികളെ അയച്ചിടുക. കാതുകൾ വിശ്രമിക്കട്ടെ. കേൾവി ശക്തി കൂടട്ടെ. നാസിക വിശ്രമത്തിലാണ്. ഘ്രാണശക്തിയും വർദ്ധിക്കുകയാണ്. നേത്രഗോളങ്ങൾ, കൺപോളകൾ, പുരിയങ്ങൾ, പുരിയ മധ്യത്തിലുള്ള ഭാഗമൊക്കെ വിശ്രമിക്കട്ടെ. നിങ്ങളുടെ കാഴ്ചശക്തിയും വർദ്ധിക്കട്ടെ. കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ. ഫോർഹെഡ്, നെറ്റിത്തടം വിശ്രമത്തിലാണ്. അപ്പർ പാർട്ട് ഓഫ് ദ ഹെഡ്, തലയുടെ മുകൾ ഭാഗം വിശ്രമിക്കുകയാണ്. ലോവർ പാർട്ട് ഓഫ് ദ ഹെഡ്, തലയുടെ അടിഭാഗവും വിശ്രമിക്കുകയാണ്. തലയുടെ ഇരുവശങ്ങളും വിശ്രമത്തിലാണ്. മുഴുവൻ ശരീരവും ഭാരമില്ലാതെ കിടക്കുകയാണ്. അലകളിൽ ഒഴുകി നടക്കുന്ന പൊങ്ങുതടി പോലെ ഭാരമില്ലാതെ നിങ്ങൾ കിടക്കുകയാണ്. ഓരോ തിരമാല കൈയും നിങ്ങളെ അമ്മാനമാടുന്നുണ്ട്. ഭാരമില്ലാതെ നിങ്ങൾ ഒഴുകി ഒഴുകി നടക്കുകയാണ്. ശ്രദ്ധ ശിരസിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. തലയ്ക്ക് മുകളിലായി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ സങ്കല്പിക്കുക. സൂര്യൻ നിങ്ങളുടെ മൂർധാവിലൂടെ ശിരസിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. വയലറ്റ് നിറത്തിലുള്ള രശ്മികളാൽ നിങ്ങളുടെ ഓരോ ബ്രെയിൻ സെൽസിനെയും നിറയ്ക്കുകയാണ്. ഓരോ നാഡീകോശവും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ഓർമ്മയും ബുദ്ധിയും നന്നായി പ്രവർത്തിക്കുകയാണ്. ഗ്രഹണശേഷി വർദ്ധിക്കുകയാണ്. ശിരസുകളിൽ തിളങ്ങുന്ന പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് മുഴുവൻ വ്യാപിക്കട്ടെ. നിങ്ങളുടെ മുഖാവയവങ്ങളെ ആവരണം ചെയ്തുകൊണ്ട്, കഴുത്തിനെ ആവരണം ചെയ്തുകൊണ്ട്, തോളുകളെ ആവരണം ചെയ്തുകൊണ്ട്, കൈകളെ ആവരണം ചെയ്തുകൊണ്ട്,
പുറം ഭാഗത്തെ ആവരണം ചെയ്തുകൊണ്ട്, ഉരസിനെ ആവരണം ചെയ്തുകൊണ്ട്, ഉദരത്തെ ആവരണം ചെയ്തുകൊണ്ട്, അരക്കെട്ടിനെ ആവരണം ചെയ്തുകൊണ്ട്, പൃഷ്ഠഭാഗത്തെ ആവരണം ചെയ്തുകൊണ്ട്, തുടകളെ ആവരണം ചെയ്തുകൊണ്ട്, കാൽമുട്ടുകളെ ആവരണം ചെയ്തുകൊണ്ട്, കാൽവണ്ണകളെ ആവരണം ചെയ്തുകൊണ്ട്, കാൽക്കുഴകളെ ആവരണം ചെയ്തുകൊണ്ട്, കാൽപാദങ്ങളിലേക്ക്, കാൽവിരലുകളിലേക്ക് പ്രകാശം പ്രവഹിക്കുകയാണ്. നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്തേക്ക്, രോഗമുള്ള ഭാഗത്തേക്ക് പ്രകാശത്തെ കേന്ദ്രീകരിക്കുക. രോഗങ്ങള്, വേദനകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തിളങ്ങുന്ന പ്രകാശത്തെ കാൽവിരലുകളിൽ കേന്ദ്രീകരിക്കുക, കാൽപാദങ്ങളിൽ കേന്ദ്രീകരിക്കുക, കാൽക്കുഴകളിലും കാൽവണ്ണകളിലും കേന്ദ്രീകരിക്കുക, കാൽമുട്ടുകളിൽ, തുടകളിൽ കേന്ദ്രീകരിക്കുക, അരക്കെട്ടിൽ, പൃഷ്ഠഭാഗത്ത്, ഉദരഭാഗത്ത്, പുരുഷന്റെ ഭാഗത്ത്, തോളുകളിൽ, കൈകളിൽ, പുറം ഭാഗത്ത്, നട്ടലിൽ, സ്പൈനൽ കോഡിൽ, കഴുത്തിൽ, മുഖാവയവങ്ങളിൽ, ശിരസിൽ, ഹൃദയത്തിൽ, ശ്വാസകോശത്തിൽ, കരളിൽ, പാൻക്രിയാസിൽ, ഉദരവ്യവസ്ഥയിൽ, വിസർജനാവസ്ഥയിൽ എല്ലാം പ്രകാശം നിറഞ്ഞു നിൽക്കട്ടെ, തിളങ്ങി നിൽക്കട്ടെ. ഓരോ അവയവവും റിപ്പയർ ചെയ്യപ്പെടുകയാണ്. ഓരോ കോശത്തിലേക്കും ആ പ്രകാശം നിറയുകയാണ്. ഓരോ കോശവും റിജുവനേറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ തികച്ചും പുതിയൊരു വ്യക്തിയായി മാറുകയാണ്. നിങ്ങളെ ആവരണം ചെയ്തുകൊണ്ട് തിളങ്ങി നിൽക്കുന്ന പ്രകാശവലയം നിങ്ങളുടെ ചുറ്റിലേക്കും വ്യാപിക്കുകയാണ്. നിങ്ങളുടെ ബന്ധുജനങ്ങളിലേക്ക് ഓരോരുത്തരെയും മനസ്സിൽ കാണുക. അവരെല്ലാവരും ആ പ്രകാശ വലയത്തിൽ നിന്ന് സുരക്ഷിതരായി കഴിയുകയാണെന്ന് സങ്കല്പിക്കുക. അതിന് വെളിയിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക് ആ പ്രകാശം നിറയുകയാണ്. വീടിന്റെ ഓരോ മുറിയിലും, മുക്കിലും, മൂലയിലും ആ പ്രകാശം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വീടിനുള്ളിൽ എല്ലാ നെഗറ്റീവ് എനർജിയും വെളിയിലേക്ക് പോയിരിക്കുന്നു. അതിനും വെളിയിലേക്ക് വീടിനെ ആവരണം ചെയ്തു തിളങ്ങി നിൽക്കുന്ന പ്രകാശം നിങ്ങളുടെ അയൽക്കാരിലേക്കും വ്യാപിക്കുകയാണ്. ശത്രുമിത്ര ഭേദമന്യേ ഓരോരുത്തരും ആ പ്രകാശം നിറയട്ടെ. അവരോടുള്ള എല്ലാ ശത്രുതയും അവസാനിക്കുകയാണ്. ശത്രുക്കളില്ലാത്ത ലോകത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആരെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് പറയുക. എന്തെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ പറയുക. നിങ്ങളോട് ആരെങ്കിലും അമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക, ക്ഷമ കൊടുക്കുക. അതിന് വെളിയിലേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് മുഴുവൻ പ്രകാശം നിറയട്ടെ. ഭൂമിയിലേക്ക് മുഴുവൻ പ്രകാശം വ്യാപിക്കുകയാണ്. പ്രപഞ്ചത്തിലേക്ക് മുഴുവൻ പ്രകാശം പടരുകയാണ്. ആ പ്രകാശ വലയത്തിൽ നിങ്ങൾ സുരക്ഷിതരായി കഴിയുകയാണ്. നിങ്ങളിലുള്ള എല്ലാ ദുഷ്ടവികാരങ്ങളും വെളിയിലേക്ക് പോയിരിക്കുന്നു. അസൂയയില്ലാത്ത, ദേഷ്യമില്ലാത്ത, ശത്രുതയില്ലാത്ത, ശത്രുക്കളില്ലാത്ത, ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന പുതിയൊരു വ്യക്തിയായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമാണെന്ന തിരിച്ചറിവോടുകൂടി കിടക്കുകയാണ്. അതിന്റെ സുഖം അറിയുക, അനുഭവിക്കുക, ആസ്വദിക്കുക. സാവധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക. ഞാൻ പൂർണ്ണമായും സ്വതന്ത്രയാണ്. ഞാൻ പൂർണ്ണമായും സ്വതന്ത്രനാണ്. ഞാൻ പൂർണ്ണമായും വിശ്രമിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ഞാൻ സ്നേഹിക്കുന്നു. ലോകം മുഴുവൻ എന്നെയും സ്നേഹിക്കുന്നു. എനിക്ക് ആരോട് ശത്രുതയില്ല. എനിക്ക് ആരും തന്നെ ശത്രുക്കളില്ല. ആരോടും ഞാൻ അപമര്യാദയായി പെരുമാറുകയില്ല. എല്ലാവരോടും ഞാൻ പുഞ്ചിരിയോടുകൂടി ഇടപെടുന്നതാണ്. ആരോടും ഞാൻ ദേഷ്യപ്പെടുകയില്ല. ആരെയും ഞാൻ വഞ്ചിക്കുകയില്ല. ജീവിതത്തിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാവിധ പ്രതിസന്ധികളെയും ഞാൻ തരണം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ അരോഗതിര ഗാത്രയാണ്. ഞാൻ അരോഗതിര ഗാത്രനാണ്. ഞാൻ പൂർണ്ണമായും സ്വതന്ത്രയാണ്. ഞാൻ പൂർണ്ണമായും സ്വതന്ത്രനാണ്. ഞാൻ പൂർണ്ണമായും വിശ്രമിക്കുകയാണ്. സാവധാനം കൈകൾ കൂട്ടിച്ചേർക്കുക. കൈകൾ കൂട്ടിച്ചേർത്ത് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോയി കൂട്ടിപ്പിടിച്ച് സ്ട്രെച്ച് ചെയ്യുക. കൈകൾ മുഖത്തോട് തുരസിക്കൊണ്ട്
വലത് കൈ മുകളിലേക്ക് കൊണ്ടുപോയി വലതുവശം ചെരിഞ്ഞ് കിടക്കുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. വലത് കൈയുടെ മുകളിൽ ചെവി പൊതിഞ്ഞിരിക്കത്തക്കോണം ശിരസിനെ വെക്കുക. ഇടതുകാൽ വലതുകാലിന് മുകളിലും ഇടതുകാലിന് മുകളിലുമാണ് ഇരിക്കുന്നത്. വലതുവശം ചെരിഞ്ഞ് വലതുവശം ശരീരഭാരം കേന്ദ്രീകരിച്ച് കിടക്കുമ്പോൾ ഉരസിന്റെ ഉദരത്തിന്റെ ചലനം ശ്രദ്ധിക്കുക. തിരമാല പോലെ ഉരസ് ഉദരവും ചലിക്കുന്നുണ്ടാവും. ഇടത് കൈ നെഞ്ചിന് മുമ്പിൽ കുത്തുക. ഇരു കൈകളും കുത്തി ഇരു കാലുകളും മടക്കി സാവധാനം വലതുവശം ചെരിഞ്ഞ് എഴുന്നേറ്റ് നേരെ ഇരിക്കുക. സുഖമായിരിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് എഴുന്നേറ്റ് വരിക. നിവർന്നതിന് ശേഷം കൈകൾ നന്നായി കൂട്ടിത്തിരുമ്പുക. മുഖം കഴിയുക. ചെവിയൊക്കെ നല്ല മസാജ് ചെയ്യുക. ഒരിക്കൽ കൂടി കൈകൾ കൂട്ടിത്തിരുമ്മി കഴുത്ത് മുതൽ താഴേക്കുള്ള ശരഭാഗം നന്നായി ഒഴിയുക. കണ്ണചരമ്പുകൾ, കഴുത്ത്, ഉരസ്, ഉദരം, കാലുകൾ, പിൻഭാഗം, കൈകളെല്ലാം നന്നായിട്ട് ഒഴിയുക. ഒരിക്കൽ കൂടി കൈകൾ കൂട്ടിത്തിരുമ്മി അടഞ്ഞിരിക്കുന്ന കണ്ണിന്റെ മുകളിൽ കപ്പ് ഷേപ്പിലാക്കി വയ്ക്കുക. ശ്വാസങ്ങളിലേക്ക് എടുക്കുക. പ്രസ് ചെയ്യും. ശ്വാസം റിലീസ് ചെയ്യുക. ഐബോൾസിൽ മുട്ടാതെ കണ്ണിന് മുകളിൽ വയ്ക്കുക. മൂക്കൂട്ടി അടഞ്ഞു പോകാത്ത വിധം വയ്ക്കുക. 1 2 3 4 5. കൈകൾ മാറ്റി താഴേക്ക് നോക്കി കണ്ണിനുമ്പി തുറന്നുകൊണ്ട് നേരെ നോക്കി നന്നായിട്ട് പുഞ്ചിരിക്കുക. പുതിയ ദിവസം മുഴുവൻ നിങ്ങളൊന്ന് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതിന് ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തോ സഹ വീര്യം കരവാവഹൈ തേജസ്നാധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൽപ്പിനിൽ കൊണ്ടുപോയി വലത് ചുറ്റി പിടിച്ച് ഇടതുകൊണ്ട് വലത് ഇടത്തിൽ പിടിച്ച് മുമ്പോട്ട് പോയി മദർത്തിൽ പ്രണാം. യോഗ നമസ്കാരം. ശ്വാസങ്ങളിലേക്ക് എടുത്തുകൊണ്ട് സാവധാനം നിവർന്നു വരിക. ഇന്നത്തെ ക്ലാസ് എന്റെ ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മഹാത്മാക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ആത്മപ്രണാമം. ഇതേപോലെ നമ്മുടെ ക്ലാസ്സുകൾ നിത്യേന നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. SS പാതഞ്ജല യോഗ വിദ്യാപീഠത്തിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ട്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കാം. അത് കാര്യങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ട് നന്നായിട്ട് നിങ്ങളുടെ ശരീരത്തെ ഭംഗിയായി സൂക്ഷിച്ച് ഈ ശരീരം വൃത്തിയാക്കി കൊണ്ടുപോകുവാൻ യോഗ പരിശീലനത്തിലൂടെ ശ്രമിക്കണമെന്നും അതുവഴി എല്ലാവരും ആരോഗ്യമുള്ളവരായി തീരണമെന്നും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയിട്ടുള്ള ഈ പരിശ്രമത്തിൽ ഗൃഹേ യോഗ എന്ന ഈ പരിശ്രമത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം സജീവ് കൈലാസ്.